ഹായ്, ജേണി വിത്ത് മീ എന്ന് പറഞ്ഞ ചാനലിൽ മിനി സെബാസ്റ്റ്യൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇൻസൈഡ് ഓഫ് മീസ് വൈറ്റ് ലൈസോ അങ്ങനെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് ഞാൻ വന്നിരുന്ന പബ്ലിക്കിൻ്റെ മുമ്പിൽ പച്ചക്കള്ളം, ആ പച്ചയ്ക്ക് അവിടെ ഒരു ഊന്നുണ്ട്, അത് ശ്രദ്ധിക്കണം, പച്ചക്കള്ളം പറഞ്ഞു എങ്ങനെയാണ് ഇങ്ങനെ സാധിക്കുന്നത്, ആ ഒരു രീതിക്കാണ് അവർ സംസാരിച്ചത്. ഞാൻ എൻ്റെ കയ്യിലുള്ള തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസാരിച്ചത്. ശരി, നിങ്ങളുടെ ആ വീഡിയോയിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് കാണിക്കുന്നു, ആ ചോദ്യം അവിടെ ഉള്ളതിൻ്റെ. എൻ്റെ ചാനലിൽ നിന്ന് ഞാൻ നോക്കിയപ്പോൾ നിങ്ങളുടെ ആ ക്വസ്റ്റ്യൻ അവിടെ ചോദ്യം, ഇപ്പോൾ നിങ്ങൾ കാണിച്ച സ്ക്രീൻഷോട്ടിൽ 3 days ago എന്നല്ലേ കാണിക്കുന്നത്. ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ടിൽ കാണിക്കുന്നതിൽ ഞാൻ ചോദ്യം ചോദിച്ച് കമൻ്റ് ഇട്ടതിൻ്റെ കുറച്ച് കഴിഞ്ഞ് ഉള്ള സമയത്തുള്ള സ്ക്രീൻഷോട്ടാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ കാണിച്ചതിന് ശേഷം എനിക്ക് വീണ്ടും പോയി കമൻ്റ് ഇട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ഇടുന്ന സമയത്ത്, ഞാൻ ചോദ്യം ചോദിച്ച സമയത്തും കമൻ്റ് ഇട്ട സമയത്തും പിന്നെ ആ കമൻറ്റ് ഡിസപ്പിയർ ആയതിന് ശേഷമുള്ള സ്ക്രീൻഷോട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിച്ചത്. നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പച്ചക്കള്ളം പറഞ്ഞു എന്ന് അവിടെ അന്നിരുന്ന് ഊന്നി പറഞ്ഞത്? നിങ്ങൾക്ക് എങ്ങനെ അറിയാം പച്ചയാണോ പഴുത്തയാണോ എന്നുള്ളത്? എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. എൻ്റെ ചാനലിൽ നിന്ന് ഞാൻ 2-3 വട്ടം നോക്കി കൺഫേം ആക്കി. ഞാൻ ആ വോയിസ് ഓഫ് ട്രൂത്ത് ചാനലിൽ വിളിക്കുന്നതിനും വളരെ തൊട്ട് മുമ്പ് കൂടി കാരണം എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വരരുതെന്ന് എനിക്ക് ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ നോക്കിയതിന് ശേഷമാണ് ഞാൻ ആ ചാനലിൽ വിളിച്ച് സംസാരിച്ചത്. എന്തിനാ ആ ചാനലിൽ വിളിച്ച് സംസാരിച്ചത്? നിങ്ങളോടുള്ള ദേഷ്യവും പകയൊന്നും കാണിക്കാനല്ല, ആ ചോദ്യം ഒന്നുകൂടി നിങ്ങളോട് ചോദിക്കാൻ. കാരണം നിങ്ങൾ അവിടെ നിന്ന് നിങ്ങൾക്ക് വന്ന് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ചോദ്യം അവിടെ ചോദിച്ചത്. അതവിടെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ മിനി ഞാൻ പച്ചക്കള്ളമാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഒരു കാരണം ഞാൻ കള്ളമല്ല പറഞ്ഞെന്നുള്ളത് 1500-600 പേരോളം കണ്ട ഒരു വീഡിയോ. എനിക്കപ്പം ഞാൻ കള്ളമല്ല പറഞ്ഞെന്നുള്ളത് എനിക്ക് ബോധ്യപ്പെടുത്തിയാലേ പറ്റത്തുള്ളൂ. അപ്പം മിനി പറഞ്ഞ 1-2 കാര്യങ്ങൾ കേട്ടതിന് ശേഷം അതിനുള്ള മറുപടി ഞാൻ പറയാം. പിന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ പറഞ്ഞ ഫിജോ എന്ന് പറയുന്ന ആ ലേഡിയെ കുറിച്ചിട്ടാണ്. അതിന് ഈ തനൂജയുടെ തംബ്നെയിൽ കൊണ്ടിട്ട് അതെന്തിനാണെന്ന് മനസ്സിലായില്ല. ഞാൻ എവിടെയെങ്കിലും തനുജയെ മെൻഷൻ ചെയ്തായിരുന്നോ? ഈ പറഞ്ഞ ചോദ്യങ്ങളിലോ കമൻറ്റിലോ അല്ലെങ്കിൽ അവിടെ വിളിച്ച് സംസാരിച്ചപ്പോഴൊക്കെ എവിടെയെങ്കിലും ഞാൻ തനുജയെ മെൻഷൻ ചെയ്തായിരുന്നു. അപ്പോൾ ഈ തംബ്നെയിൽ തനുജയെ വെച്ചത് എന്തിനാണാവോ? ഈ തനുജയുടെ തംബ്നെയിൽ കാണുമ്പോൾ ഓടി വരുന്ന കുറച്ച് പേരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടല്ലേ? അപ്പോൾ അത്രയേ ഉള്ളൂ. സംഭവം എന്താണെന്നുള്ളത് ആ ഒറ്റ ഒരു ഇതിൽ തന്നെ മനസ്സിലാവുമല്ലോ. നമ്മളെല്ലാവരും വീഡിയോ ഇടുമ്പോൾ തംബ്നെയിൽ മാക്സിമം അട്രാക്റ്റീവ് ആവാൻ ശ്രമിക്കാറുണ്ട്, ശരിയാണ്. പക്ഷേ ഈ മാറ്ററിലൊന്നും ഒരു ബന്ധമില്ലാത്ത തനുജയുടെ തംബ്നെയിൽ അവിടെ കൊണ്ടുവയ്ക്കാൻ എന്താണാവോ? ഞാൻ നിങ്ങളോട് ചോദിച്ചതിനുള്ള മറുപടിയാണ് എനിക്ക് തന്നത്. നിങ്ങളോട് ചോദിച്ചതിൽ എവിടെയും ഞാൻ തനുജയെ മെൻഷൻ ചെയ്തില്ല. അപ്പം അതിൽ പറയുന്ന മറുപടിയിലും തനുജയുടെ വരേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി തനുജയ്ക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ക്യാപ്ഷൻ കൊടുക്കുമ്പോൾ അതുകൂടി ഒന്ന് മെൻഷൻ ചെയ്യണം. ഇത് എനിക്കുള്ള മറുപടിയാണ്, ക്യാപ്ഷനില്ല. തംബ്നെയിലിൽ തനുജയുടെ ആൾക്കാർക്കും മീൻസ് വ്യൂവും വേണമല്ലോ അല്ലേ? ആ വീഡിയോയും കൂടി കേട്ടിട്ട് ഒരു 1-2 മറുപടി എനിക്ക് പറയാനുണ്ട്. അതുകൂടി ഒന്ന് കേൾക്കാം. ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇപ്പം നിങ്ങൾ കേട്ടത് വോയിസ് ഓഫ് ട്രൂത്ത് എന്ന ചാനലിൽ വന്ന ഒരു വോയിസ് ഓഫ് അൺട്രൂത്ത് ആണ്. അപ്പോൾ ഇതൊരു 2-3 ദിവസം മുൻപ് നടന്നതാണ്. അവരുടെ ചാനലിൽ ലൈവ് നടക്കുമ്പോൾ തന്നെ എൻ്റെ ചാനലിൽ ഒരു കമൻറ്റ് ഒരാൾ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ എന്നെ മെൻഷൻ ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അതായത് ഒരു വ്യക്തി എന്നെ മെൻഷൻ ചെയ്തുകൊണ്ട് അവരെ വിളിച്ച് സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അപ്പോൾ ആ ചാനലിൽ കയറി നോക്കാനൊന്നും സമയം കിട്ടില്ല. പക്ഷെ അപ്പോൾ തന്നെ ഈ ഒരു അവരുടെ കമൻറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്തു എന്നുള്ളതാണ് അവരുടെ വിഷയം. അവർ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് ഉത്തരമില്ലാത്തത് കൊണ്ട് അവരുടെ കമൻറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു എന്നതാണ് അവരുടെ പ്രശ്നം. അപ്പോൾ തന്നെ ഞാൻ പോയി നോക്കി, എൻ്റെ ചാനലിൽ ആ കമൻറ്റ് അവിടെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. എനിക്കതൊരു പ്രശ്നമല്ല മിനി, സീരിയസ്ലി. നിങ്ങൾ എൻ്റെ കമൻറ്റ് ഡിലീറ്റ് ചെയ്യുന്നത്, നിങ്ങൾ എനിക്ക് മറുപടി തരാമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ വീണ്ടും ചോദിക്കുകയും ആ കമൻറ്റ് ഞാൻ അവിടെ കാണാം. ഞാൻ അതിൻ്റെ ഈ വീഡിയോ എല്ലാം കഴിയുമ്പോൾ ഞാൻ കമൻറ്റ് പോസ്റ്റ് ഇട്ടേക്കാം ആ സ്ക്രീൻഷോട്ടുകൾ. ഞാൻ മുംതാസിൻ്റെ ലൈവിൽ വിളിച്ച് സംസാരിക്കുന്ന വരേക്കും ആ വിളിക്കുന്ന കോളിന് മുമ്പ് ഞാൻ നിങ്ങളുടെ ചാനൽ നോക്കിയിട്ടുണ്ടായിരുന്നു. ആ കമൻറ്റ് ഇവിടെ ഇല്ലായിരുന്നു. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് ആ വന്ന ലൈക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. മുംതാസിൻ്റെ ലൈവ് കഴിഞ്ഞു വെറും 1 മണിക്കൂർ, ഈ ലൈവ് അപ്ലോഡായി 1 മണിക്കൂറിൽ ഞാനിട്ട കമൻറ്റിന് നിങ്ങൾ ലൈക്ക് ചെയ്തതായിട്ട് എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു.
ആ നോട്ടിഫിക്കേഷൻ എനിക്ക് ആക്ച്വലി ഞാൻ ഈ കമൻറ്റ് ഇട്ട് കുറച്ച് കഴിഞ്ഞ സമയത്ത് എനിക്ക് കിട്ടിയതാണ്. എന്തായിരുന്നു ചോദ്യം, ഞാൻ മറന്നുപോയിന്ന് നിങ്ങൾ എനിക്ക് മറുപടി ഇട്ടു. ഞാൻ ഒരു ചോദ്യം ചോദിച്ചു, മറുപടി ഇന്നില്ല എന്ന്. ആ ചോദ്യം ചോദിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ലൈക്ക് ഓൾറെഡി വന്നതായിരുന്നു. പക്ഷേ മുംതാസിൻ്റെ ലൈവ് അപ്ലോഡ് ചെയ്ത് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ ക്വസ്റ്റ്യന് എനിക്ക് ഒന്നുകൂടെ ലൈക്ക് വന്നിരിക്കുന്നു. ചിലപ്പം ആ കമൻറ്റ് അവിടെ തന്നെ ഉണ്ടെന്നുള്ളത് എന്നെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾ ലൈക്ക് ചെയ്തായിരിക്കും, എനിക്കറിയില്ല. പക്ഷേ അതിന് മുമ്പ് ഈ കോള് ഞാൻ വിളിക്കുന്നതിന് മുമ്പ് ഒരു തവണ കൂടി ഞാൻ കൺഫേം ആക്കി ആ കമൻറ്റ് അവിടെ ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. സ്ക്രീൻഷോട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ഈ ലൈവിൽ വിളിച്ച് സംസാരിച്ചത്. ഞാൻ സ്ക്രീൻഷോട്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. അതാ ഇന്നലെയും കൂടെ ഞാനത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ചോദിച്ച ഞാൻ ഇപ്പം കേൾപ്പിച്ച ഈ വോയിസിന് മുമ്പ് അവർ വളരെ പരുഷമായിട്ട് വളരെ എന്താ പറയുക വളരെ അഗ്രസീവായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ചാനലിൽ അവരിട്ട കമൻറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്തു. ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്, ബാക്കിയുള്ളവരെല്ലാം വിടും, നിങ്ങളുടെ വീഡിയോയിലൂടെയാണ് ഞാൻ ഇവരെ അറിയുന്നത്. അങ്ങനെ അറിഞ്ഞ ഒരു വ്യക്തി പറ്റിക്കുന്നുണ്ടോ എന്നുള്ളത്. അങ്ങനെ അറിഞ്ഞൊരു വ്യക്തി ഇപ്പോൾ പ്രൗഡ് മദർ, നിങ്ങൾക്ക് പ്രൗഡ് മദർ ആയത് എങ്ങനെയാണ് ഒന്ന് ബാക്കിയുള്ളവർ കൂടി അത് അറിയണമല്ലോ, നിങ്ങളൊന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ വളരെ മാന്യമായിട്ടാണ് മിനിയോട് ചോദിച്ചത്. അത് മിനി ചിലപ്പോൾ അഗ്രസീവായിട്ട് വായിച്ചതുകൊണ്ടായിരിക്കും മിനിക്ക് അത് അഗ്രസീവ് ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നിയത്. കാരണം ഇപ്പോൾ ഭയങ്കര പ്രൗഡ് മദറാണെന്ന് പറഞ്ഞ് എടുത്ത് തലയിൽ വെച്ചേക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ അപ്പോഴും വന്നിട്ട് മോശമാണ് പറഞ്ഞത്. ഇങ്ങനെ പറ്റിച്ചും മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് എങ്ങനെ പെട്ടെന്ന് പ്രൗഡ് മദറായി, അത് പ്രൗഡ് മദറാണോ എന്നുള്ളത്. അത് കേട്ടപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ദേഷ്യം വന്നതാവാം. അങ്ങനെ നിങ്ങൾ അഗ്രസീവ് മൈൻഡിൽ വായിച്ചത് കൊണ്ടാവും ആ ക്വസ്റ്റ്യൻ അഗ്രസീവ് ആയത്. ഇപ്പോഴും നിങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ചാനലിൽ ആ കമൻറ്റ് ഉണ്ടാവും. എടുത്ത് വായിച്ച് നോക്കിയിട്ട് അത് അഗ്രസീവ് ക്വസ്റ്റ്യൻ ആണോ മാന്യമായിട്ടുള്ള ക്വസ്റ്റ്യൻ. ബിക്കോസ് ഞാൻ അത് നിങ്ങളോട് ചോദിക്കാം. വേറെ ആരോടും ഞാൻ വന്നിട്ട് എന്തുകൊണ്ട് അവരങ്ങനെ ചീത്ത വിളിക്കുന്നു അല്ലെങ്കിൽ അവരിങ്ങനെ നല്ലതെന്ന് പറയും, അവരെക്കുറിച്ച് അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരുപാട് ചാനലുകളുണ്ടല്ലോ. ഞാൻ അവരുടെ ഏതെങ്കിലും ചാനലിൽ പോയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നോ നിങ്ങൾ എന്തുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നു, അവരിങ്ങനെ അല്ലേ, ഇങ്ങനെയൊക്കെ പറ്റിക്കുന്നില്ല എന്നെങ്ങനെ ആരോടെങ്കിലും ഞാൻ പോയി ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. ഞാൻ നിങ്ങളോട് ചോദിക്കാനുള്ള കാരണം എന്തുകൊണ്ടാണ്, നിങ്ങളിലൂടെയാണ് അവരുടെ ബാഡ് സൈഡ് ഞാൻ അറിഞ്ഞത്. അവരിങ്ങനെ പറ്റിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളിലൂടെയാണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ടാണ് നിങ്ങൾ വളർന്ന് സപ്പോർട്ട് ചെയ്ത സമയത്ത് എന്തുകൊണ്ട് അവർ പ്രൗഡ് മദറായി പെട്ടെന്ന് എന്ന് ഞാൻ ചോദിച്ചത്. എനിക്കും അതിൻ്റെ റീസൺ അറിയണമായിരുന്നു. എന്തിനു ചെയ്തു, പബ്ലിക്കായിട്ടിട്ട വീഡിയോയ്ക്ക് കമന്റ് ഇട്ടിട്ട് അതിന് മറുപടി അറിയേണ്ട അവരുടെ ഉത്തരവാദിത്വമല്ലേ, കടമയല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവർ നിങ്ങളുടെ കടമയാണ്. അത് ഞാൻ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണ്. അവരെ പറ്റി മോശമായിട്ട് വീഡിയോ ഡിഫെയിം ചെയ്ത് നിങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ അല്ല എന്നുള്ളത് ആ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ വന്ന് ഞാൻ ചോദിക്കുമ്പോൾ മറുപടി പറയാൻ നിങ്ങൾ ബാധ്യസ്ഥയാണ് മിനി. അത് നിങ്ങൾ എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഘോരം ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ പറഞ്ഞ ഫിജോയോട് നിങ്ങളൊന്ന് വിളിച്ച് ചോദിച്ചു നോക്കണം. ജസ്റ്റ് ഇനി അവരെൻ്റെ വീഡിയോ കാണുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവരെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള രീതിക്ക് അവർ പറ്റിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ചെയ്ത ഒരു വ്യക്തി. അങ്ങനെ അല്ലാന്ന് ഏക്കാരണം കൊണ്ടോ ആയിക്കോട്ടെ, സത്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് തെറ്റ് പറ്റി, അങ്ങനെയല്ല ഇങ്ങനെയാണ് അതിൻ്റെ പിറകിലെ സംഭവങ്ങളെന്ന് വന്ന് പറയാൻ ബാധ്യസ്ഥയാണോ അല്ലയോ? അത് ഈ പറയുന്ന ഈ ഫിജോയോട് തന്നെ നിങ്ങൾ ചോദിച്ചു നോക്കുക, അവരെന്ത് പറയുമെന്നറിയാമോ? ഞാനൊരു കാര്യം പറയട്ടെ, സാധാരണ ഇടുന്ന കമന്റ്സിന് എല്ലാം റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. ഇനി മുന്നോട്ട് എങ്ങനെയായിരിക്കും എന്നൊന്നും എനിക്കറിയില്ല. ഇത്രയും നാളും അങ്ങനെയായിരുന്നു. പക്ഷേ ഇനി മുന്നോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. അതായത് ഇനി ഞാൻ എന്തെങ്കിലും കമൻറ്റുകൾ ഇട്ട് കഴിഞ്ഞാൽ അതിന് മറുപടി പ്രതീക്ഷിക്കേണ്ട എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾ ഇനി എനിക്ക് കമൻറ്റ് ചെയ്യേണ്ട, മറുപടി എനിക്ക് നിലപാടുണ്ട്, എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നതിൽ നിന്ന് വ്യക്തമാണ് ഇനി ഇമാതിരി വരുന്ന കമൻറ്റുകൾക്ക് ഞാൻ മറുപടി തരില്ല. കാരണം അവരെ സപ്പോർട്ട് ചെയ്ത് വരുന്ന കമൻറ്റുകൾക്ക് മാത്രമേ ഇനി മറുപടി ഉണ്ടാവുള്ളൂ. അവരെ എന്തുകൊണ്ട് ഇങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾ മുമ്പ് ഇങ്ങനെയല്ലേ പറഞ്ഞിരുന്നത് എന്ന് ചോദിക്കുന്ന കമൻറ്റുകൾക്ക് ഇനി മറുപടി പ്രതീക്ഷിക്കേണ്ട. അതാണ് മിനി ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ഒരു കമന്റെങ്കിലും ആർക്കെങ്കിലും റിപ്ലൈ കൊടുക്കാതെ പോയാൽ എനിക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്. ഒരാൾ നമ്മുടെ ചാനലിൽ വന്ന് കമന്റ് ഇട്ടിട്ട് അവർക്കൊരു മറുപടി കൊടുത്തില്ലെങ്കിൽ എനിക്കൊരു വിഷമം തോന്നാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ മാക്സിമം കമന്റ് കവർ ചെയ്യാൻ നോക്കുന്ന ആളാണ് ഞാൻ. അത് അങ്ങനെ ചെയ്തിട്ടുമുണ്ട്. പിന്നെ ചില കമന്റ്സ് എനിക്ക് കാണാൻ പറ്റാറില്ല. അത് യൂട്യൂബ് ഉപയോഗിക്കുന്നവർക്ക്, യൂട്യൂബ് ഉള്ളവർക്ക് അത് അറിയാൻ പറ്റുമായിരിക്കാം. എനിക്ക് വൈറ്റിയിൽ നോട്ടിഫിക്കേഷൻ വരാറില്ല. അങ്ങനെ ഉള്ളതിനാണ് ഞാൻ എപ്പോഴും റിപ്ലൈ കൊടുക്കുന്നത്. അല്ലാതെ എപ്പോഴും പോയിട്ട് ഇപ്പൊ ഇവരെ കാണുന്നില്ല എന്ന് പറഞ്ഞ കമന്റ്, ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞ കമന്റ് ഞാൻ കണ്ടത്, ഞാൻ ചാനൽ ഓപ്പൺ ചെയ്തിട്ട് ആ വീഡിയോ ഓപ്പൺ ചെയ്തിട്ട് കമന്റ്സിൽ പോയിട്ട് ന്യൂയസ്റ്റ് കമന്റ് നോക്കിയപ്പോഴാണ് അവർ രണ്ടാമതും മൂന്നാമതും ഒക്കെ ഇട്ട കമന്റ് എനിക്ക് കാണാൻ പറ്റിയത്. രണ്ടാമത് ഇട്ടതല്ല, മൂന്നാമത് ഇട്ടത് കാണാൻ പറ്റിയത്. അപ്പോൾ അതുവരെ മൂന്നാമതിട്ട കമന്റ് എന്ന് പറഞ്ഞാൽ ആദ്യം ചോദിച്ചു, ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി നിങ്ങൾ തന്നില്ല എന്നുള്ളത്. മൂന്നാമതെന്ന് പറയുമ്പോൾ പിന്നെ ഞാനിത്
ഈ കോളിനൊക്കെ ശേഷം പോയി മൂന്നാമത് ടൈപ്പ് ചെയ്തിട്ടു എന്നാരും തെറ്റിദ്ധരിക്കരുത്. അതായത് എന്തായിരുന്നു, ഞാൻ ആദ്യം ആ കമൻറ്റ് ചെയ്തപ്പോൾ ഇവർ രണ്ടാമത് എന്നോട് ചോദിച്ചു എന്തായിരുന്നു ചോദ്യം, മറന്നുപോയി. അപ്പോൾ പിന്നെ ഞാൻ അടുത്ത് ഇട്ട ചോദ്യമാണ് ഇത്. മറ്റുള്ള എല്ലാവരും പറയുന്നത് ഇവിടെ ഞാൻ നിങ്ങളോട് ചോദിക്കുക, ആ സ്ത്രീയെക്കുറിച്ച് ഞാൻ ആദ്യമായി കേൾക്കുന്നത് നിങ്ങളിലൂടെയാണ്. നാട്ടുകാരെ പറ്റിച്ച് മക്കൾക്ക് തിന്നാൻ കൊടുത്താൽ അതെങ്ങനെ പ്രൗഡ് മദർ ആകും? അമൗണ്ട് ചെറുതായാലും വലുതായാലും പറ്റിപ്പല്ലേ? ഇതിൽ അഗ്രസീവ്നെസ് അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ ക്വസ്റ്റ്യൻ വായിച്ചത് അഗ്രസീവായിട്ടായിരിക്കും. ഞാൻ അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇവരെക്കുറിച്ച് ഞാൻ ആദ്യമായി അറിയുന്നത് നിങ്ങളിലൂടെയാണ്. എനിക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു വീഡിയോ ചെയ്തു എന്ന് കരുതി എല്ലാ കമന്റും അങ്ങനെ പോയി നോക്കി റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കാൻ എനിക്ക് തീരെ സമയമില്ല. കാണുന്നതിന് ഞാൻ മറുപടി കൊടുക്കാറുണ്ട്. അതിന് ഉദാഹരണമാണ് എനിക്ക് പോസിറ്റീവായിട്ട് ഇടുന്ന ആ കമന്റ് പോലും പലതിനും എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റാറില്ല. നിങ്ങളുടെ ചാനലിൽ ഒരുവിധം വീഡിയോസൊക്കെ ഒരു സമയം വരെ കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഒരുവിധം എല്ലാ കമൻറ്റിനും നിങ്ങൾ മറുപടി കൊടുക്കലുമുണ്ട്. എനിക്ക് ഒരു വീഡിയോ ഇടുന്നു എന്ന് വെച്ചിട്ട് വന്ന് കമൻറ്റുകളെല്ലാം നോക്കിക്കൊണ്ടിരിക്കാൻ സമയമില്ല. അങ്ങനെ അത്രത്തോളം സമയമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ യൂട്യൂബ് തുറന്ന് വെച്ചിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്ത് ഇടാണ്ടിരിക്കേണ്ട കാര്യം എന്താ? നമ്മളൊരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് നമുക്ക് ചെറിയ രീതിക്കാലും ഒരു ഇൻകം, നിങ്ങളിപ്പോൾ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്തിട്ടൊന്നുമല്ലല്ലോ വീഡിയോ ചെയ്യുന്നത്. മോണിറ്റൈസേഷൻ ഓൺ ആക്കിയിട്ട് ആ ഒരു എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയ അതിലൂടെ ഒരു വരുമാനം നിങ്ങൾക്ക് വേണമെന്നുള്ളൊരു ഇതിലല്ലേ നിങ്ങൾ ഇൻറ്റൻഷനിലല്ലേ നിങ്ങൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാകുമ്പോൾ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയ്ക്ക് വരുന്ന കമൻറ്റുകൾക്ക് മറുപടി കൊടുക്കാനും ബാധ്യസ്ഥയാണ്. അല്ലെങ്കിൽ പിന്നെ 1K 2K ഒക്കെ കമൻറ്റ് ഇങ്ങനെ ഭയങ്കര വലിയ ചാനലുകളുണ്ടല്ലോ, 1K 2K ഒക്കെ കമൻറ്റുകൾ വരുന്നവർക്ക് ചിലപ്പോൾ അങ്ങനെ കുത്തിയിരുന്നതാകാൻ പറ്റും. മാക്സിമം 26-27 കമൻറ്റുകൾ തന്നെയല്ലോ അവർ ഇരുന്നത്. ഇപ്പോൾ ഇതിനൊക്കെ ശേഷം പിന്നെ 100 അടുപ്പിച്ചൊക്കെ എത്തിയിട്ടുണ്ട്. എന്നാൽ പോലും ന്യൂവസ്റ്റ് കമൻറ്റുകൾ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അതിനും ഓപ്ഷൻ ഉണ്ട്. നമ്മൾ കാണാതെ അങ്ങ് അടിയിൽ പോവും അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ന്യൂവസ്റ്റ് കമൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കമൻറ്റ് ചെയ്താൽ അല്ലെങ്കിൽ വൈറ്റിൽ പോയി കഴിഞ്ഞാൽ കമൻറ്റ് ഐ ഹാവൻറ്റ് റെസ്പോണ്ട് യെറ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ മറുപടി കൊടുക്കാത്ത കമൻറ്റുകൾ അതിനൊക്കെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എനിക്കതിന് സമയമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ യൂട്യൂബ് യൂസ് ചെയ്യാൻ നിൽക്കുന്നത്. ഞാൻ യൂട്യൂബ് യൂസ് ചെയ്യണ്ടേ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കണമെന്ന് ചോദിച്ചുകൊണ്ട് വരണ്ട. വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സമയമുണ്ട്, കമൻറ്റുകൾക്ക് മറുപടി കൊടുക്കാൻ സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. നിങ്ങളുടെ ഈ കമന്റ് മിനിഞ്ഞാന്ന് ഞാൻ നോക്കി, ഇന്നലെയാണെന്ന് തോന്നുന്നു, ഇന്നലെയോ മിനിഞ്ഞാന്നോ ഞാൻ നോക്കിയപ്പോഴാണ് പല കമന്റ്സിനും ഞാൻ മറുപടി കൊടുത്തത്. അപ്പോഴാണ് മാത്രമാണ് ഞാൻ ആ കമന്റ് കണ്ടത്. അത് ഇതിനെപ്പറ്റി അറിയുന്നവർക്കറിയാം അതെന്താണ്, എവിടെ പോയി കിടക്കുന്ന യൂട്യൂബിന്റെ തന്നെ എന്തോ ഇതാണ്. അപ്പൊ അത് എന്താണെന്ന് ആധികാരിക ബാഡ് കമൻറ്റുകൾ ഞാനും ചാനൽ യൂസ് ചെയ്യുന്ന വ്യക്തിയാണ്, എനിക്കും അറിയാം. ബാഡ് വേർഡ്സ് യൂസ് ചെയ്തുള്ള കമൻറ്റ്, അല്ലെങ്കിൽ ചില വേർഡ്സ് നമ്മൾ സ്പെസിഫിക്കലി അത് മെൻഷൻ ചെയ്ത് വെക്കാം. ഇന്ന വേർഡ്സ് യൂസ് ചെയ്ത് വരുന്ന കമൻറ്റുകൾ ഓട്ടോമാറ്റിക് ഹൈഡ് ആവണം എന്നുള്ളത് ചില വേർഡ്സുകൾ നമുക്ക് മെൻഷൻ ചെയ്ത് വയ്ക്കാം. അതല്ല ബാഡ് വേർഡ്സ് പുതിയ പോളിസി അനുസരിച്ച് ബാഡ് വേർഡ്സ് വരുന്ന രീതിക്ക് വരുന്ന കമൻറ്റുകളും ഹൈഡ് ആവും. ഞാൻ ഈ കമൻറ്റിൽ ഒരൊറ്റ ബാഡ് വേർഡ് പോലും യൂസ് ചെയ്തിട്ടില്ല. മാന്യമായ ക്വസ്റ്റ്യനാണ്. അതിനെപ്പറ്റി അന്വേഷിച്ചു പോകാനൊന്നും ഞാൻ മെനക്കെട്ടിട്ടില്ല. കാര്യം ഞാൻ അത്ര സീരിയസ് ഇഷ്യൂ ആയിട്ടൊന്നും അതിനെ കണ്ടിട്ടില്ല. യൂട്യൂബിനെ പറ്റിയിട്ട് അത്ര ഇതായിട്ട് പഠിക്കാനൊന്നും ഞാൻ നിന്നിട്ടില്ല. അപ്പോൾ എനിക്ക് കാണാൻ പറ്റാത്തത് കൊണ്ടാണ് എന്നുള്ളത്. എനിക്ക് നിങ്ങൾ പറയുന്നത് പോലെ എനിക്ക് കള്ളം പറയേണ്ട കാര്യമില്ല. ഞാൻ കള്ളവ പറയണേന്ന് മിനി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിച്ചത്? മിനി കള്ളം പറയുന്നു എന്ന് ഞാൻ വന്നിരുന്ന് എവിടെയും പറഞ്ഞില്ല. കമൻറ്റ് ഡിലീറ്റ് ചെയ്തു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്തു. അത് നോക്കിയിട്ട് അതിനും പറ്റുമെങ്കിലും ഒന്ന് മറുപടി ചെയ്തു. നിങ്ങൾ പറയുന്ന പോലെ എനിക്ക് കള്ളം പറയേണ്ടത്, ഞാൻ കള്ളമാണ് പറഞ്ഞതെന്നുള്ളത് മിനി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? അപ്പോൾ ഞാൻ കള്ളം പറയുന്നു എന്ന് ഇപ്പം മിനി പറയുന്നത് അപ്പോൾ ഒരു കള്ളമല്ലേ? ഞാൻ വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ആ കമൻറ്റുകൾ അവിടെ കാണാത്തത് ഞാൻ സ്ക്രീൻഷോട്ട് ഇടാമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ പേരിലാണ് ഞാൻ സംസാരിച്ചത്. ബാക്കി കേൾക്കാം. നിങ്ങൾ പച്ച കള്ളമാണ് അവിടെ വന്നിട്ട് ഈ വോയിസ് ഓഫ് ട്രൂത്തിൽ നിങ്ങൾ വിളിച്ചു പറയുന്നത്. ഞാൻ ഡിലീറ്റ് ചെയ്തതാണെങ്കിൽ എങ്ങനെ ഇപ്പോൾ ഈ കമന്റ് ഇങ്ങനെ കിടക്കുന്നു? എനിക്ക് എങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റി? പച്ചക്കള്ളം പബ്ലിക്കിൽ ഇങ്ങനെ വന്നിരുന്നിട്ട് വിളിച്ചു പറയാൻ നാണമില്ലേ നിങ്ങൾക്ക്? നിങ്ങൾക്കൊരു ചാനൽ ഉള്ളതല്ലേ? നിങ്ങൾക്ക് അല്ലെങ്കിൽ അറിയില്ലെങ്കിൽ ഒരു 2-3 ടൈംസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക ആ കമന്റ് അവിടെ ഉണ്ടെന്ന്. എന്നിട്ട് മാത്രം പബ്ലിക്കിൽ വന്നിട്ട് ഇതേപോലെയുള്ള പേരും കള്ളങ്ങൾ പറയാനായിട്ട് നിൽക്കുക. കുറെ പേരുണ്ട് ഇങ്ങനെ ഒരു മടിയില്ലാതെ പബ്ലിക്കിൽ വന്ന് കള്ളം പറയുന്ന ആളുകൾ. അതിലൊരാള് തന്നെയാണ് നിങ്ങളെന്ന് നിങ്ങൾ തെളിയിച്ചേക്കാണ്. പിന്നെ നിങ്ങൾ ഓൾറെഡി 1-2 വട്ടം ഞാൻ ഇതിനുള്ള മറുപടി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ പബ്ലിക്കിൽ വന്ന് മുഖത്ത് നോക്കി പച്ചക്കള്ളം പറയുന്നത് നിങ്ങൾ എന്താ അടിസ്ഥാനത്തിലായി പറയുന്നത്? എനിക്കതാ മനസ്സിലാവാത്തത്. അതായത് നിങ്ങളോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോൾ ലേറ്റസ്റ്റ് വന്ന വീഡിയോയ്ക്ക് ഞാൻ കമൻറ്റ് ചെയ്തു, നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ID തരൂ. ഞാൻ ആ കമൻറ്റുകളെല്ലാം, അതായത് ഞാൻ എടുത്ത ആ സ്ക്രീൻഷോട്ടുകളെല്ലാം, എനിക്കിപ്പോൾ സ്ക്രീൻഷോട്ട് എനിക്ക് മാനിപ്പുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ലല്ലോ, അത് ഞാൻ അയച്ചു തരാമെന്നു. അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു കമൻറ്റ് മറുപടി വന്നിട്ടുണ്ട്. അത് ഞാൻ ആ വീഡിയോയുടെ ലാസ്റ്റ് മറുപടി പറയാം. പച്ചക്കള്ളം പറയുന്ന കൂട്ടത്തിലുള്ളതാണ് നിങ്ങൾ. ഞാൻ നിങ്ങളോട് മാന്യമായിട്ട് എൻ്റെ ഒരു ചോദ്യമാണ് ചോദിച്ചത്, അതിന് നിങ്ങൾ മറുപടി തന്നിട്ടില്ല എന്നുള്ളതിനും അതിലുപരി
ഇപ്പം ഞാൻ ആ ചോദ്യം ചോദിച്ചതിൻ്റെ പേരിൽ ഞാൻ കള്ളം പറയുന്ന ഒരു വ്യക്തി, അതായത് ഇവരുടെയൊക്കെ കൂടെ കള്ളം പറയുന്ന ഒരു വ്യക്തിയാക്കി തീർക്കാൻ വല്ലാണ്ട് മിനി ശ്രമിക്കുന്ന പോലെ. ഞാൻ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾക്കത് റെലവൻ്റ് ആണെങ്കിൽ നിങ്ങൾക്കത് മറുപടി തന്നാൽ തീരാവുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ, എൻ്റെ ചാനലിൽ ഞാൻ നോക്കിയപ്പോൾ നിങ്ങളുടെ ആ കമൻറ്റ് അവിടെ ഇല്ലായിരുന്നു. നിങ്ങൾ നോക്കിയപ്പോൾ ആ കമൻറ്റ് ഉണ്ട് എന്ന് പറയുന്നത് യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന മിസ്റ്റേക്ക് ആയിരിക്കാം. ഞാനത് ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞിരുന്നെങ്കിൽ ആ മറുപടി അവിടെ ഉണ്ടാവുമായിരുന്നു. ഓക്കെ, നിങ്ങൾ റിപ്ലൈ തന്നില്ല, ഞാൻ കണ്ടില്ല, എനിക്ക് സമയമില്ലായിരുന്നു. ബാക്കി എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഒഴിച്ചിട്ട് ബാക്കി ആ കമൻറ്റ് ബോക്സിലുള്ള കംപ്ലീറ്റ് കമൻറ്റിന് നിങ്ങൾ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഒരു മറുപടി അവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ മറുപടി അവിടെ ഉണ്ടാവുമായിരുന്നു, ഇല്ലേ? ആ മറുപടി അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ അതിന് നിങ്ങൾക്ക് ഉത്തരം മുട്ടിയപ്പോൾ നിങ്ങൾ മറുപടി പറയാതെ പോയി. ആ കമൻറ്റ് അവിടെ നിന്ന് ഹൈഡായി. അത് എന്ത് കാരണം കൊണ്ടാണെന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങളുടെ ചാനലിൽ വന്നിട്ട് ഞാൻ ഇട്ട കമൻറ്റ് എനിക്ക് ഡിലീറ്റ് ചെയ്യാനേ പറ്റുള്ളൂ, വേറൊന്നിനും എനിക്ക് പറ്റില്ല. എൻ്റെ സ്ക്രീൻഷോട്ടുകൾ ഞാൻ വളരെ വ്യക്തമായിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റിലിടാം. അത് വന്ന് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയും. പച്ചക്കള്ളമാണ് പറയുന്നത്. ചോദിച്ച ചോദ്യം ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഇപ്പോഴത്തെ ആരാധന ദൈവത്തെ ഞാൻ വീണ്ടും മോശം പറഞ്ഞു. അതിന് ഈ ഒരു വഴിയല്ല തിരിച്ച് പ്രതികരിക്കേണ്ടത്. നിങ്ങൾ പച്ചക്കള്ളം പറയുന്നു, കള്ളിയാണ്, ആ വഴിക്കല്ല മിനി പ്രതികരിക്കേണ്ടത്. അത് നിങ്ങളിൽ നിന്ന് ഞാനിതല്ല പ്രതീക്ഷിച്ചത്. നിങ്ങളുടെ നിലപാടെല്ലാം ഇതിൽ നിന്ന് വ്യക്തമാണ്. ചോദിച്ച ചോദ്യത്തിന് എനിക്ക് മറുപടി ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് നിങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് അറിയേണ്ട മറുപടി ഇല്ലാത്തത് കൊണ്ടാണ്. കാരണം ഇതുവരേക്കും മിനി അതിന് മറുപടി പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്ക് ഇനി മറുപടി തരാൻ സൗകര്യമില്ല എന്ന് മിനി പറയുമായിരിക്കും. അതേ പറയുള്ളൂ, അല്ലാതെ മിനി മറുപടി പറയില്ല. എനിക്ക് അങ്ങനെയല്ല, ഇങ്ങനെ തോന്നി, അങ്ങനെയല്ല. അവർ മറ്റുള്ളവരെ പറ്റിച്ചു പൈസ തട്ടിയെടുത്തു എന്ന് മിനി പറഞ്ഞു. അങ്ങനെ പറ്റിച്ചിട്ടില്ല, പൈസ ഇങ്ങനെയല്ല എടുത്തത് എന്നുള്ള രീതിക്ക് അവർ പൈസ പറ്റിച്ചിട്ടില്ല എന്നുള്ളതിനുള്ള എക്സ്പ്ലനേഷനാണ് ഞാൻ ചോദിച്ചത്. അല്ലാതെ എനിക്ക് മുമ്പ് മറ്റേ തനുജയെ സപ്പോർട്ട് ചെയ്ത് നിന്നവരല്ലേ ഈ നിൽക്കുന്നവരല്ല, ഇപ്പോൾ അവർ തനുജയെ കുറ്റം പറയുന്നു. അത് തെളിവ് വെച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത്, എന്തുകൊണ്ടാണ് അവരെ എതിർക്കുന്നത് എന്നുള്ളത്. അതുപോലെ അവർ പറ്റിക്കുന്ന ഒരു ലേഡിയാണെന്നുള്ളത് മിനി പറഞ്ഞിട്ടു. ഇപ്പോൾ അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെയല്ല, അവർ പറ്റിച്ചതല്ലായിരുന്നു ഇതൊന്നും എന്നുള്ളത് തെളിവ് വെച്ചിട്ട് മിനി ഒന്ന് മറുപടി പറയാമോ? ഞാൻ ഇപ്പോഴും ചോദിക്കുന്നു. ഞാൻ ആ ചോദിച്ച ചോദ്യത്തിന് മിനി ഒന്ന് മറുപടി പറയും. അത് മിനി പറയില്ല, ഇപ്പോഴും ഇനിയും പറയില്ല. ഞാൻ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പോലും മിനി അതിന് മറുപടി പറയില്ല. ചോദ്യം എന്താണ്, ഇങ്ങനെ മറ്റുള്ളവരെ തട്ടിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഭക്ഷണം കഴിക്കാൻ കൊടുക്കുന്ന സ്ത്രീയാണോ നിങ്ങൾ പ്രൗഡ് മദർ എന്ന് പറയുന്നത്, അതാണ് നല്ല സ്ത്രീ, അങ്ങനെ ആ അർത്ഥം വരുന്ന അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിലും അത് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ വീഡിയോയിലും അത് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് അതിനത്ര പ്രസക്തി കണ്ടില്ല. കാര്യം ഞാൻ എന്തുകൊണ്ടാണ് ഇവരെ സപ്പോർട്ട്. എൻ്റെ ആ ചോദ്യത്തിന് മിനി പ്രസക്തി കണ്ടില്ല. മിനിയുടെ നിലപാട്, എനിക്ക് നിലപാടുള്ള സ്ത്രീ നിലപാട്, എൻ്റെ നിലപാട് വ്യക്തമാക്കുന്നതിന് എനിക്ക് ആരെയും പേടിക്കണ്ട എന്നാണ് മിനി പറയുന്നത്. ആ ചോദ്യത്തിന് മിനി പ്രസക്തി കണ്ടില്ല. ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ഒരു സ്ത്രീ, ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് മിനിക്ക് ആ ചോദ്യത്തിന് പ്രസക്തി തോന്നിയില്ലെങ്കിൽ മിനിയുടെ നിലപാടാണ് അവിടെ വ്യക്തമാകുന്നത്. കാരണം ഒരു വ്യക്തിയെക്കുറിച്ചിട്ട് അവർ പറ്റിച്ചിട്ടുണ്ടാവും, പറ്റിച്ചിട്ടില്ലായിരിക്കാം. ആ വ്യക്തിയെക്കുറിച്ചിട്ട് വന്നിട്ട് ഡയറക്റ്റ് പോയി മിനി കണ്ട സംഭവമല്ല. ഇങ്ങനെ ഒരാൾ വന്നിരുന്ന അനുഭവം പറഞ്ഞതാണ്. ആ പറഞ്ഞത് കള്ളമാവാം, സത്യമാകും. അവർ തെളിവ് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. സോ സത്യമാണെന്ന് നമുക്ക് വിശ്വസിച്ചേ പറ്റുള്ളൂ. ഒരാൾ പറ്റിച്ചു എന്ന് പറഞ്ഞാൽ അവർ വീഡിയോ ചെയ്യുന്നു. ആ വീഡിയോ എടുത്തിട്ട് റിയാക്ട് ചെയ്ത് മിനി വീഡിയോ ചെയ്യുകയാണ്. ഇതുപോലെ ഒരു ലേഡി മറ്റൊരു ലേഡിയെ പറ്റിച്ചു, ഈ തുണി കൊടുക്കാമെന്ന് പറഞ്ഞ് പൈസ മേടിച്ചു, തുണി കൊടുത്തില്ല, പൈസ തിരിച്ചു ചോദിച്ചപ്പോൾ ബ്ലോക്ക് ചെയ്തു, ബാഡ് വേർഡ്സ് യൂസ് ചെയ്തു, പറ്റിച്ചു എന്ന് പറഞ്ഞ് മിനി വന്ന് ഒരു വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് കുറച്ച് നാളുകൾക്ക് ശേഷം മിനി വന്നിട്ട് സെയിം വ്യക്തി, ഏത് വ്യക്തിയെക്കുറിച്ചാണോ മിനി പറഞ്ഞത് പറ്റിച്ചു എന്ന് പറഞ്ഞ സെയിം വ്യക്തിയെക്കുറിച്ചിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം മിനി വന്നിട്ട് പറയാണ് അവരൊരു പ്രൗഡ് മദറാണ്, അവരൊരു സൂപ്പർ ലേഡിയാണ്, ഒരു അയൺ ലേഡിയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവരെ വാനോളം പുകഴ്ത്തുകയാണ്. ആദ്യം മിനിയുടെ മറ്റേ വീഡിയോ കണ്ട ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ മിനിയോട് ചോദിക്കുകയാണ്, മിനിയുടെ വീഡിയോയിലൂടെയാണ് ഞാൻ അവരെ അറിയുന്നത്, എന്തുകൊണ്ട് മിനിക്ക് ഇപ്പോൾ ഒരു പ്രൗഡ് മദറായി? എമൗണ്ട് ചെറുതായാലും വലുതായാലും പറ്റിപ്പ് തന്നെയല്ലേ? ആ ചോദ്യം മിനിക്ക് പ്രസക്തിയുള്ള ചോദ്യമായിട്ട് തോന്നിയിട്ടില്ലെങ്കിൽ മിനിയുടെ നിലപാടാണ് അവിടെ വ്യക്തമാകുന്നത്. ഇനി വന്നിരുന്നിട്ട് ഇങ്ങനെ വളച്ചൊടിക്കല്ലേ എന്നല്ലല്ലേ. ഞാൻ ചോദിക്കുന്ന ചോദ്യം വളരെ വ്യക്തമായിട്ട് ഞാൻ ഇപ്പോഴും ചോദിക്കുന്നു, അതിന് മറുപടി പറയാൻ എനിക്ക് പറ്റുമോ? അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത് വളരെ ഇതായിട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾ ഒരിക്കൽ ഒരാളെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞു, അവർ നല്ലതാണെന്ന് നിങ്ങളിപ്പോൾ പറയുന്നു. ഓക്കെ, എന്തുകൊണ്ടാണ് നല്ലതെന്ന് നിങ്ങൾ പറയുന്നത് എന്നുള്ളത് സമൂഹത്തിനോട് തുറന്ന് പറയും. നിങ്ങളതിന് ബാധ്യസ്ഥയാണ്. നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളതിന് ബാധ്യസ്ഥയാണ്. ചെയ്യുന്നത് എന്നുള്ളത് പലതവണ ഞാൻ പറഞ്ഞതാണ്. അത് വീണ്ടും നിങ്ങൾക്ക് വേണ്ടി പറയണം എന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷെ പലതവണ എവിടെയാ മിനി പറഞ്ഞത്? മിനി അവരെ കുറിച്ച് വന്നിട്ട് ഭയങ്കരമായിട്ട് പൊക്കി പറയുന്നുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്തുകൊണ്ട് മിനിക്ക് ഇങ്ങനെ തോന്നി? അവർ പറ്റിച്ചതല്ല. ആ സ്ക്രീൻഷോട്ടുകൾ അല്ലെങ്കിൽ മിനിയുടെ വീഡിയോയിൽ മിനി കാണിച്ചിട്ടുള്ള ചാറ്റുകളൊന്നും
ഉള്ളതല്ല, അത് കള്ളമാണ്, അല്ലെങ്കിൽ അത് ജനറേറ്റഡ് ജനറേറ്റഡ് ആണെന്നോ ഇങ്ങനെ എന്തെങ്കിലും വഴി ജനറേറ്റഡ് ആണെന്ന്, അല്ലെങ്കിൽ അതൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തെടുത്താണെന്നോ എക്കാരണം കൊണ്ടാണ് മിനി എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ മിനി വിശ്വസിച്ചു എന്നുള്ളത് പറയാൻ മിനി ബാധ്യസ്ഥയല്ല. അത് നിങ്ങളുടെ ഒരു വ്യൂവർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ എന്നെ ബോധ്യപ്പെടുത്താൻ ബാധ്യസ്ഥയല്ല. അത് എന്നോട് പറയേണ്ട ആവശ്യമില്ലല്ലേ. അതായത് മറ്റേ ഫിജോ എന്ന് പറയുന്ന അവരുടെ സപ്പോർട്ടറായ നിങ്ങൾ ബാക്കിയുള്ളവർ, ഞാൻ അവരുടെ വീഡിയോസ് കാണുന്നവരെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ലേഡിയെക്കുറിച്ച് മോശം പറഞ്ഞൊരു വ്യക്തിയാണ്. ഓക്കെ, അവർ തിരിഞ്ഞു വരുമ്പോൾ പറഞ്ഞത് മോശമല്ല എന്നുള്ളത്, മോശം പറഞ്ഞിരുന്നത് എന്തുകൊണ്ട് ഇപ്പം മാറ്റി പറയുന്നു എന്നുള്ളത് പുറത്ത് നിൽക്കുന്ന ഒരാൾ ചോദിക്കുമ്പോൾ പറയാൻ ഇവർ ബാധ്യസ്ഥയല്ല. നിങ്ങൾക്ക് അതിലെന്താ തോന്നുന്നത്? നിങ്ങൾ കണ്ണടച്ച് ബ്ലൈൻഡായിട്ട് ഒരാളോടുള്ള ആരോധന വെച്ച് പറയാതെ മാന്യമായിട്ട് പറ്റുമെങ്കിലും ഒന്ന് മറുപടി പറയും. മറുപടി തരാമെന്ന് പറഞ്ഞിരുന്നു. അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ എനിക്കത് അത്ര വാല്യുബിൾ ആയിട്ട് തോന്നിയില്ല. ഒരു കാര്യം തന്നെ പല ആവർത്തി പറഞ്ഞുകൊണ്ടിരിക്കും. ഈ നിങ്ങളുടെ ഏത് വീഡിയോയിലാണ് നിങ്ങൾ ഈ കാര്യം ഇതിനു മുമ്പ്, അതായത് ഇവർ ഇങ്ങനെയല്ല, അവർ പറ്റിപ്പല്ല, അവരെക്കുറിച്ച് ഞാൻ പറഞ്ഞ എൻ്റെ തെറ്റിദ്ധാരണയായിരുന്നു, അവർ ഇങ്ങനെയൊന്നും അല്ല എന്നുള്ളത് തെളിവ് സഹിതം നിങ്ങളുടെ ഏത് വീഡിയോയിൽ പറയുന്നത്? നിങ്ങൾ ജസ്റ്റ് വീണ്ടും വീഡിയോ ഒന്നും ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമില്ല. പറ്റുമെങ്കിൽ ആ വീഡിയോ ഒന്ന് മെൻഷൻ ചെയ്യാം. ആ വീഡിയോയുടെ അടിയിൽ എന്നെ ജസ്റ്റ് ഒന്ന് എൻ്റെ പേരൊന്ന് മെൻഷൻ ചെയ്തതായി കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോ കണ്ട് മനസ്സിലാക്കിക്കോളാം. വീണ്ടും വീണ്ടും പറയാൻ ആവർത്തന വ്യത്യസ്തത ഉണ്ടെങ്കിൽ ഇതിന് മുമ്പ് നിങ്ങൾ ഏത് വീഡിയോയിലാണോ പറഞ്ഞത് അതിൻ്റെ അടിയിൽ ജസ്റ്റ് ഒന്ന് തന്നെ മെൻഷൻ ചെയ്യാമെങ്കിൽ ആ വീഡിയോ കണ്ട് ഞാൻ മനസ്സിലാക്കിക്കോളാം. ോട് എനിക്കത്ര അഭിപ്രായമില്ല, അതുകൊണ്ട് തന്നെയാണ് മിണ്ടാത്തത്. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പണ്ട് നിങ്ങൾ പറയുന്നു പണ്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ ഇവരെ പറ്റിയിട്ട് നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇവർ ചെയ്യുന്ന പ്രവൃത്തികളെ പറ്റി പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് ഇപ്പൊ പെട്ടെന്ന് എങ്ങനെയാണ് ഇവർക്ക് ഇത് പ്രൗഡ് മദർ ആയത്, അങ്ങനെയൊക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളില്ലേ, ഒരു കാലത്ത് തനുജയുടെ വലിയ സപ്പോർട്ടേഴ്സ് അല്ലായിരുന്നു, എന്തുകൊണ്ടാണ് ഇപ്പോൾ അവർ തിരുത്തി പറയുന്നത്? അവർ പറയുന്നു അവർക്കുണ്ടായ കുറേ അനുഭവങ്ങൾ കൊണ്ടാണ്. അവർ തിരുത്തി പറയുന്നതിൻ്റെ തെളിവുകൾ വോയിസ് ഓഫ് ട്രൂത്തിൻ്റെ ഫസ്റ്റ് കാല വീഡിയോസ് എടുത്ത് കണ്ടാൽ മനസ്സിലാവും. അനുവിൻ്റെ ആദ്യത്തെ വീഡിയോസ്, അനുവിൻ്റെ ലൈവുകൾ ഞാൻ ഇപ്പോൾ കണ്ടുവരുന്നുള്ളൂ. ഒരു 3 ലൈവുകളോ ഞാൻ കണ്ടിട്ടുള്ളൂ. അവരുടെ ആദ്യത്തെ 2 ലൈവിൽ തന്നെ ഉണ്ട്. ഇതൊന്നും വേണ്ട, നിങ്ങളുടെ തനൂജ ചെയ്ത ഒരു ലൈവ് ഉണ്ട്, അതായത് അനു വീട്ടിൽ സാധനം എടുക്കാൻ വന്ന സമയത്ത് തനൂജ തന്നെ ചെയ്ത ലൈവിലുണ്ടായിരുന്നു. ബിയറിൻ്റെ വിഷയമൊക്കെ അതിൽ ആ വോയിസ്, അതിപ്പോൾ ആ തനുജയുടെ ലൈവ് ഇതിലുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അത് അനുവിൻ്റെ ഇതിൽ കിടപ്പുണ്ട്. അതിൽ തന്നെ ഉണ്ട് ഇവരെന്തുകൊണ്ട് ഇവർക്കെതിരെ തിരിഞ്ഞു നിർത്തുന്നുള്ളതിൻ്റെ റീസൺ. അപ്പോൾ അത് നിങ്ങളൊന്നും ചിലപ്പോൾ കണ്ടിട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം. ഒരു കാര്യം നമ്മൾ കാണുമ്പോൾ 2 സൈഡ് കാണുമ്പോൾ ഇത് എന്താ ഇങ്ങനെ, അല്ലെങ്കിൽ ഇതിലെന്താ സത്യം എന്നുള്ളത് ചിന്തിക്കാനുള്ള കഴിവാണ് മനുഷ്യനും മൃഗങ്ങളും ആക്കുന്നത്. അപ്പം നിങ്ങൾ പറയുന്നു ഓപ്പോസിറ്റ് സൈഡ് നിൽക്കുന്നവരെല്ലാം മൃഗങ്ങളാണെന്ന്, പക്ഷേ അവർക്ക് ബോധ്യമുണ്ട് അവർ മനുഷ്യനായിട്ടാണ് ചിന്തിക്കുന്നത് എന്നുള്ളത്. എനിക്ക് ബോധ്യമുണ്ട് ഞാൻ മനുഷ്യനായിട്ടാണ് ചിന്തിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ പിന്നെ നിങ്ങൾ ഈ പറയുന്നതിൽ എന്തർത്ഥമാണുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കുറെ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ കുറെ വീഴ്ചകൾ കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്ത്രീയെ വല്ലാതെ ക്രൂശിക്കുന്നില്ലേ ഇപ്പം? അതെന്തുകൊണ്ടാണ്? അത്രമാത്രം ചിന്തിച്ചാൽ മതി. അതവർക്ക് പേഴ്സണലായിട്ട് രഹസ്യമായിട്ട് അവർ പറയുന്ന കുറെ എനിക്ക് അവരോട് താല്പര്യമില്ലാത്തതിൻ്റെ ഒരു റീസൺ ഞാൻ പറയട്ടെ. പെട്ടെന്നൊരു ദിവസം ജോലിക്കൊന്നും പോവാതെ, അല്ലെങ്കിൽ കുട്ടിയും ഹസ്ബൻഡിനെയും കുഞ്ഞിനെയൊക്കെ നോക്കിയിട്ട് ഇരിക്കുന്ന ഒരു ലേഡി, പുറത്ത് ജോലിക്കൊന്നും പോകുന്നില്ല. പെട്ടെന്നൊരു ദിവസം ഹസ്ബൻഡ്, അത് ഏത് കാരണം കൊണ്ടും ആയിക്കോട്ടെ, ഇവർ ഉപേക്ഷിച്ച് പോവുകയാണ്. പെട്ടെന്ന് ഇവർ ബ്ലൈൻഡ് ആയിപ്പോയി ജീവിതത്തിൽ. ഓക്കെ, എന്ത് ചെയ്യണമെന്നറിയാതെ ആ ഒരു അവസ്ഥയിൽ, അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ സമൂഹത്തിൽ എന്തെങ്കിലും രീതിക്ക് സഹായിക്കണം, എന്തെങ്കിലും ജോലിക്ക് എന്നുള്ള രീതിക്ക് സമൂഹത്തിൽ നമുക്ക് അറിയുന്നവരുടെ മുമ്പിലോ സഹായം ചോദിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും തെറ്റെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് മനുഷ്യർ പരസ്പരം സഹായിക്കണം. പക്ഷേ അതിനുശേഷം അത്യാവശ്യം നല്ല രീതിക്ക് യൂട്യൂബ് ചാനലിൽ നിന്നാവട്ടെ വരുമാനം വന്നു തുടങ്ങി. ഇതിനിടയ്ക്ക് ജോലി ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. വീഡിയോ ഷോർട്സ് ഞാൻ കണ്ടിട്ടുണ്ട്, ഡബിങ്ങിന് പോകുന്നതിൻ്റെയൊക്കെ. ആ ഒരു രീതിക്കും വരുമാനം വന്നു തുടങ്ങിയതിന് ശേഷം പിന്നെയും സമൂഹത്തിന് മുമ്പിൽ കൈനീട്ടി കഴിഞ്ഞാൽ അത് തെറ്റ്. അത് ഒരു റീസൺ. അതിന് അന്തസ്സില്ലായ്മ തന്നെ ഞാൻ പറയുള്ളൂ. ഒരു വഴിയില്ലാത്തടത്ത് നമ്മൾ ഒരാളടുത്ത് സഹായം ചോദിക്കുന്നത് വേറെ, അതിനെ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഒരു വഴി, ഒന്നല്ല 2 വഴി മുമ്പിൽ ഉണ്ടായിരിക്കെ തന്നെ വീണ്ടും മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടി മേടിക്കുന്നത് തന്നെയാണ് അന്തസ്സില്ലായ്മ എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റാത്തത്. 2, ഒരു സ്ത്രീ എന്നുള്ള രീതിക്ക് എനിക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്തത്. ഒരു വ്യക്തി, ഭർത്താവട്ടെ, കാമുകനാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ആവട്ടെ, ആരും ആവട്ടെ, നമ്മളെ ഇപ്പം ഭർത്താവാണെങ്കിൽ നമ്മളെ അവരുടെ ജീവിതത്തിൽ ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 വട്ടം തിരിച്ച് വേണ്ടാന്ന് വയ്ക്കാൻ പറ്റണം സ്ത്രീക്ക്.
ഏറ്റവും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ പറ്റുന്നത് സ്ത്രീക്കാണ്. എന്നാൽ അവിടെ വേണ്ട എന്നല്ലെങ്കിൽ നമുക്കൊരു വിലയില്ലാന്നിടത്ത് തോന്നുന്നിടത്തുനിന്ന് ഏറ്റവും ശക്തമായ രീതിക്ക് പ്രതികരിച്ചിറങ്ങി പോകാൻ കഴിയുന്നത് സ്ത്രീക്കാണ്, അല്ലേ? ഒരാണ് ചെയ്യുന്നതിൻ്റെ ഡബിൾ ആയിട്ട് ഒരു സ്ത്രീക്ക് പ്രതികരിച്ചിറങ്ങി പോകാൻ പറ്റും. ഇത് അയാളോടുള്ള താല്പര്യം കൊണ്ടല്ല, അതായത് ജിനു ഗോപിയോടുള്ള ആ ഒരു ഫേവറിസം കൊണ്ടൊന്നല്ല ഞാൻ പറയുന്നത്. ഒരു സ്ത്രീ എന്നുള്ള രീതിക്ക് എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തെന്നാണ് പറയുന്നത്. ഒരു വ്യക്തി വേണ്ട എന്ന് വെച്ച് ഒഴിവാക്കിയെടുത്ത് പിന്നെയും പിന്നെയും എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞിട്ട് പിറകെ പോകുന്നുണ്ടല്ലോ, അതാണ് എനിക്ക് രണ്ടാമത് ഈ വ്യക്തിയിൽ അംഗീകരിക്കാൻ പറ്റാത്തത്. അത് ഒരു ഒരു സ്ത്രീ എന്നുള്ള രീതിക്ക് അവർക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ഇല്ല. ആ ഒരു ഇതാണ് അവരവിടെ കാണിക്കുന്നത്. അതാണ് എനിക്ക് അവരിൽ അംഗീകരിക്കാൻ പറ്റാത്തൊരു കാരണം. ഈ രണ്ട് കാരണങ്ങൾ. എനിക്ക് അതല്ലാതെ അവരുമായിട്ട് എനിക്കൊരു പ്രശ്നമില്ല, നേരിട്ടോ അല്ലാതെയോ എനിക്ക് അവരുമായിട്ടൊരു പ്രശ്നമില്ല. പിന്നെ ഇപ്പോൾ വന്ന ഈ കോൺട്രവേഴ്സി അല്ല, അത് അതിനുശേഷം തെളിവുകൾ വെച്ച് ഈ സൈഡ് പറയുന്നതാണ്. എനിക്ക് കേട്ടപ്പോൾ മനുഷ്യൻ ആസ് എ ഹ്യൂമൻ ബീയിങ് ഞാൻ ചിന്തിച്ചപ്പോൾ ഏത് ഭാഗത്താണ് ശരി എന്ന് തോന്നി, അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. അവര് പറയുന്ന കുറേ കള്ളത്തരങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. എനിക്ക് പബ്ലിക്കായിട്ട് കണ്ട കുറേ തെളിവുകൾ വെച്ചിട്ട് ആരാണ് നല്ലത് ആരാണ് ചീത്തായി ഞാൻ പബ്ലിക്കായിട്ട് കണ്ട തെളിവുകൾ എവിടെയാണ് കിടക്കുന്നതെന്നുള്ളത്. അനുവിൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ലൈവിൽ ഉണ്ടായിരുന്നു ഒരു തെളിവ്. കുഞ്ഞിന് ബിയർ കൊടുക്കുന്നു എന്നുള്ളത് തനൂജയുടെ സൗണ്ടാൽ തനൂജ പറയുന്നത്. കുഞ്ഞൊന്ന് സിപ്പല്ലേ ചെയ്തോളൂ, ഗ്ലാസ് ഫുള്ള് കുടിച്ചില്ലല്ലോ. എന്ത് കാരണം കൊണ്ടാവട്ടെ, മക്കൾ 30 വയസ്സാവട്ടെ 40 വയസ്സാവട്ടെ 50 വയസ്സാവട്ടെ, അമ്മമാർ വൃദ്ധരായിട്ടിരുന്നാൽ പോലും അവരുടെ മുമ്പിൽ മക്കൾ കുടിച്ചിട്ട് വന്നാൽ ആർക്കും സഹിക്കത്തില്ല. അവർ കുടിച്ചോട്ടെ, അതിന് നമുക്കാർക്കും പറയണ്ട. അവരൊരു പ്രായപൂർത്തിയായ സ്ത്രീയാണ്, അവരുടെ വ്യക്തി സ്വാതന്ത്ര്യം, അവർ കഴിച്ചോട്ടെ. 12 വയസ്സുള്ള ഒരു കുഞ്ഞ്, 11 കഴിഞ്ഞ് 12 ആയെന്ന് തോന്നുന്നു. അതും അവർ പറയുന്നു 25% ഡിസബിലിറ്റി ഉണ്ട് എന്നുള്ളത്. ആ കുഞ്ഞിൻ്റെ എനിക്ക് കണ്ടിട്ട് തോന്നിയത് അതിന് സംസാരിക്കാൻ സ്പീച്ച് തെറാപ്പിയുടെ ആവശ്യമുണ്ട്, അതല്ലാതെ ബുദ്ധിക്ക് അതിനൊരു കുഴപ്പമില്ല എന്നുള്ളതാണ്. നല്ല മിടുക്കിയായിട്ടൊരു കുട്ടിയാണ്. അതിനെ ഇവരാണ് ഡിഫെയിം ചെയ്യുന്നത്. ആ കുഞ്ഞിനും ബുദ്ധിയില്ല, പഠിക്കാൻ കഴിവില്ല, അങ്ങനെ ഇങ്ങനെ ഇല്ല എന്നുള്ള രീതിക്ക്. 12 വയസ്സ് മാത്രമുള്ള ഒരു പൊടി കുഞ്ഞിന് സിപ്പ് ചെയ്യാനായാൽ പോലും ബിയർ കൊടുക്കുന്നത് ശരിയാണോ? ഇതിന് നിങ്ങൾ ആരും ഇതുവരെ മറുപടി പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. ഫിജോ മാത്രം പറഞ്ഞു തെറ്റാണെന്നുള്ളത്. അത് തനുജ ചെയ്ത് തെറ്റാണെന്നുള്ളത് ഞാൻ കേട്ടു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം, ഫിജോ ലൈവിൽ പറഞ്ഞതായിട്ട്. പക്ഷെ അത് അപ്പോൾ പോലും തനുജയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിക്കാണോ പറഞ്ഞത്, തെറ്റാണ് അങ്ങനെ എന്നുള്ള രീതിക്ക്. വേറൊരാൾ ഇവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഇതിനെതിരെ ഇപ്പം നിങ്ങൾ പറയും നിങ്ങളത് കേട്ടിട്ടില്ല എന്നുള്ളത്. അനുവിൻ്റെ ഏറ്റവും സ്റ്റാർട്ടിങ് ലൈവിൽ 1-ലോ 2-ലോ തനൂജയുടെ സൗണ്ടാൽ തനൂജ പറയുന്ന തെളിവുണ്ട്. ഞാൻ വ്യക്തിപരമായിട്ട് അവരെ വെറുക്കുന്നതിന് ഒരു റീസൺ അതാണ്. എനിക്കുണ്ട് 3 മക്കൾ. എൻ്റെ കുഞ്ഞിന് ഇപ്പോൾ മൂത്തവൾക്ക് 6 വയസ്സാവുന്നു. അവളുടെ 11ാമത്തെ വയസ്സിൽ അവൾക്ക് ഞാൻ ബിയർ കൊടുക്കുന്നതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ, എൻ്റെ ചേട്ടത്ത് ഞാൻ അടിക്കും, എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അവർ കുടിച്ചോട്ടെ, അതിനെന്താ തെറ്റ്? അതിലിപ്പോൾ അവിടെ ആർക്കും, ഈ പറയുന്നവർക്ക് ആർക്കും കുറ്റം പറയാനുള്ള അധികാരമില്ല. പക്ഷേ ഏത് കാരണം കൊണ്ടായിക്കോട്ടെ, കുഞ്ഞിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാതെ ഐസ്ക്രീമൊന്നും ഇല്ലല്ലോ. കുഞ്ഞിന് ബിയർ കൊടുക്കുന്നതായിട്ട് തനൂജ സംസാരിക്കുന്ന തെളിവാണ് ഞാൻ കേട്ടു, ഞാനത് വിശ്വസിച്ചത്. നിങ്ങൾ തെളിവുകൾ പബ്ലിക്കായിട്ട് തെളിവുകൾ കേട്ടു എന്നുള്ളത്, നിങ്ങൾ പബ്ലിക്കായിട്ട് കേട്ട തെളിവുകൾ ഇങ്ങനെ അല്ല എന്നുള്ളത് പ്രൂവ് ചെയ്യാനായിട്ട് പബ്ലിക്കായിട്ട് കേട്ട തെളിവ് എന്താണെന്നുള്ളത് ഒന്ന് മെൻഷൻ ചെയ്യാവോ? എനിക്ക് മീൻസ് നിങ്ങളിലൂടെ ഞാൻ തെറ്റിദ്ധരിച്ചൊരു വ്യക്തിയെ ചിലപ്പോൾ എനിക്ക് നിങ്ങൾ ഈ കേട്ട തെളിവൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും അയ്യോ ഇവരിങ്ങനെയായിരുന്നു, ഞാൻ തെറ്റിദ്ധരിച്ചതായിരുന്നു എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നിയാലോ? അത് നിങ്ങൾ ബാധ്യസ്ഥയാണ് അത് കേൾപ്പിക്കാൻ. മനസ്സിലാക്കാനുള്ള വിവേചന ബുദ്ധി എനിക്കുണ്ടായി, അതുകൊണ്ടാണ് അങ്ങനെ തോന്നിയത് കേട്ടോ. ഇതേ സെയിം വിവേചന ബുദ്ധി എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ കേട്ടതിൽ നിന്ന് നെല്ലും പതിരും തിരിച്ചറിഞ്ഞ് വിശ്വസിക്കേണ്ടതിന് വിശ്വസിക്കാനും തള്ളിക്കളയേണ്ടത് തള്ളിക്കളയാനുള്ള വിവേചന ബുദ്ധി എനിക്കുണ്ടായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു സൈഡ് ചൂസ് ചെയ്ത് നിൽക്കുന്നത്. അത് നിങ്ങൾക്ക് അത് ചിലപ്പം എനിക്ക് എൻ്റെ വിവേചന ബുദ്ധി ഇതാണെന്ന് തോന്നി, ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിക്കാണും നിങ്ങളുടെ വിവേചന ബുദ്ധിയിൽ തോന്നി ഇതാണ് ശരിയെന്ന്. ശരി, നിങ്ങളത് വിശ്വസിച്ചു. പക്ഷേ ഞാൻ എന്തുകൊണ്ട് വിശ്വസിച്ചു എന്നുള്ളതിൻ്റെ തെളിവുകൾ എവിടെയാണെന്നുള്ളത്, അതുപോലെ വോയിസ് ഓഫ് ട്രൂത്തിലെ ഏറ്റവും സ്റ്റാർട്ടിങ് ലൈവുകൾ എടുത്ത് കേട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കേട്ട പബ്ലിക് തെളിവുകൾ ഏതാണെന്നുള്ളത് ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾ കേട്ട പബ്ലിക് തെളിവുകൾ ഏതാണെന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്താൽ നന്നായിരിക്കും. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം, ചെയ്യാതിരിക്കാം. എനിക്ക് നീ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും മറുപടി ചെയ്യാൻ താല്പര്യമില്ല നിങ്ങൾ പറഞ്ഞാൽ ശരിയാണ്. അത് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. എനിക്ക് ബോധിപ്പിക്കണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാറുണ്ട്, ബോധിപ്പിക്കാറുണ്ട്. പക്ഷെ ഞാനൊരു കമന്റ് ഇട്ടാൽ അതിനും മറുപടി തന്നിരിക്കണം. പബ്ലിക്കായിട്ടിട്ട് വീഡിയോക്ക് പബ്ലിക്കായിട്ടിടുന്ന ഞാനിടുന്ന കമന്റിനെല്ലാം ഇനി വന്ന് റിപ്ലൈ തന്നിരിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് മറുപടി പറയാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അടുത്ത മറുപടി ചോദിച്ചത്.
ഇത് കേട്ടിട്ട് ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞണം കുത്തുന്നതായിട്ടാണോ തോന്നിയത്, അതോ മറുപടി തന്നിരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതെന്റെ സൗകര്യം പോലെ ഇരിക്കും. തരണമെന്ന് തോന്നിയാൽ തരും, ഡിലേറ്റ് ചെയ്യണമെന്ന് തോന്നിയാൽ ഡിലേറ്റ് ചെയ്യും. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ഇഷ്ടം. ഡിലീറ്റ് ചെയ്യണമെന്ന് തോന്നിയാൽ ചെയ്യാം, മറുപടി തരണമെന്ന് തോന്നിയാൽ തരാം. ഞാൻ ആദ്യം ചോദിച്ച കമൻറ്റാണ് നിങ്ങൾ ഡിലീറ്റ് ചെയ്തിരുന്നെങ്കിലും ഞാനത് മൈൻഡ് ചെയ്യില്ലായിരുന്നു. ഓക്കെ, അവർക്ക് തരാൻ താല്പര്യമില്ല എന്ന് തന്നെ കരുതും. പക്ഷെ അതിന് നിങ്ങൾ എന്നോട് പറഞ്ഞ മറുപടി എന്താ? മറുപടി തരാം. അതുകൊണ്ടാണ് ഞാൻ അടുത്ത് വന്ന് ചോദിച്ചത്. പക്ഷെ അപ്പോഴും അതേ സെയിം ഇതിന് നിങ്ങൾ എന്തായിരുന്നു എനിക്ക് ഓർമ്മയില്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ അതിൻ്റെ അടുത്ത ചോദ്യം ചോദിക്കില്ല, ആ ചോദ്യം ഡിലീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്, എന്തുകൊണ്ട് നിങ്ങൾ മറുപടി തരാൻ ഭയക്കുന്നു? അത് അല്ലെങ്കിൽ അതിനൊന്നും റെസ്പോണ്ട് ചെയ്യേണ്ട എന്ന് തോന്നിയാൽ ഞാൻ അങ്ങനെ ഇരിക്കും. അത് എന്റെ ഇഷ്ടമാണ്. പക്ഷെ ഒരു കമന്റിനും ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. എനിക്ക് നിങ്ങളെ പോലെ പച്ചക്കള്ളം പറയേണ്ട കാര്യമില്ല. ഇപ്പൊ പച്ചക്കള്ളം പറയുന്ന ആരാണെന്ന് പച്ചക്കള്ളം എന്ന് അവിടെ ഊന്നണ്ട. പച്ചയും പഴുത്തയും ആരാ കള്ളം പറയണമെന്നുള്ളത് ചിന്തിക്കുന്നവർക്ക് ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ തലച്ചോറെന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അതുള്ളവർക്ക് മനസ്സിലാവും. ഇപ്പം നിങ്ങൾ ഏത് കാരണം കൊണ്ടാണ് അവരെ വിശ്വസിച്ച് ആ സൈഡ് നിൽക്കണമെന്നുള്ളത് എനിക്കറിയില്ല. അത് നിങ്ങൾ പറയാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നില്ല. ഞാൻ ചോദിച്ചിട്ട് നിങ്ങൾ അതിന് മറുപടി പറയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഞാൻ ഇക്കാരണം കൊണ്ടാണ് നിൽക്കുന്നതെന്നുള്ളത്, ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ മറ്റേ ലേഡി 1-2 പേരെ ഇതേപോലെ പറ്റിച്ചു എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ പേരിലാണ് അവരോട് ഞാൻ താല്പര്യം കാണിക്കാത്തത്. ഇവരോട് എനിക്ക് തോന്നിയ വെറുപ്പിൻ്റെ കാരണം കുഞ്ഞിന് ബിയർ കൊടുത്തത്. അവരോട് തോന്നിയ താല്പര്യമില്ലായ്മയുടെ കാരണം ഒരു സ്ത്രീ എന്നുള്ള രീതിക്ക് സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാതെ അവർ ബിഹേവ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതി ഉണ്ടായിട്ട് പോലും മറ്റുള്ളവരുടെ മുമ്പിൽ ഇറക്കുന്നു. ഇതാണ് എൻ്റെ റീസൺ. ഞാൻ എൻ്റെ റീസൺ പറഞ്ഞു. നിങ്ങളുടെ റീസൺ ഓക്കെ ഇങ്ങനെ ആയിരുന്നു, ഈ പറഞ്ഞ ചില കാരണങ്ങൾ കൊണ്ടായിരുന്നു നിങ്ങൾ ആദ്യം ഒരു സമയത്ത് എതിർത്തത്. ഇനി അതിന് സപ്പോർട്ട് ചെയ്യാനുള്ള റീസൺ എന്താണെന്നുള്ളത് എതിർത്തൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ എതിർത്തിരുന്നു എന്നുള്ളൊരു വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ചോദിക്കുന്നത്. പക്ഷെ നിങ്ങൾ അതിന് മറുപടി പറയില്ല. മനസ്സിലായില്ലേ? ആ സ്റ്റിൽ ആ കമന്റ് അവിടെ തന്നെ നിലനിൽക്കെ നിങ്ങൾ വന്നിരുന്നിട്ട് വോയിസിലൂടെ നിങ്ങൾ വിളിച്ചു പറയുകയാണ് ഞാൻ അവരുടെ കമന്റ് ഡിലീറ്റ് ചെയ്തത് തന്നെയാണെന്ന്. എനിക്കൊരു കമന്റ് ഡിലീറ്റ് ലൈവിൽ പിന്നെ എനിക്ക് വീഡിയോ കോൾ ചെയ്യാൻ പറ്റൂലല്ലോ. ലൈവിൽ എനിക്ക് കോൾ ചെയ്ത് വോയിസ് ആയിട്ടല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ. ഈ ഒരു ലൂപ്പിലോട്ടൊന്നും വന്ന് ചാടി ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയല്ല ഞാൻ. പക്ഷേ ഇപ്പം ഇനിയിപ്പോൾ എൻ്റെ പേര് മെൻഷൻ ചെയ്ത് വീഡിയോ ചെയ്തുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നത്. പിന്നെ ഞാൻ വോയിസിലൂടെ സംസാരിച്ചു എന്ന് പറയുന്നത് ഞാൻ മുഖമില്ലാത്ത വ്യക്തിയൊന്നുമല്ല. എൻ്റെ ചാനലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തുടക്കം തൊട്ടുള്ള വീഡിയോകളിൽ എൻ്റെ മുഖമുണ്ട്. ചെയ്യണം എന്ന് തോന്നിയാൽ ചെയ്തു എന്ന് പറയാനായിട്ട് എനിക്കൊരു മടിയില്ല. എനിക്ക് അതിനുവേണ്ടി കള്ളം പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് അതാണ്. പിന്നെ എൻ്റെ ഇഷ്ടമാണ് ആരെ സപ്പോർട്ട്. കള്ളം പറയേണ്ട ആവശ്യമില്ല, സത്യം പറയാവൂ. സത്യം ഒന്ന് പറയാവൂ. ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രോപ്പർ ഒരു മറുപടി നിങ്ങൾക്കില്ല. അതാണ് റീസൺ. സത്യം നിങ്ങൾ ഈ കിടന്ന് ഉരുണ്ട് കളിക്കുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുമ്പോൾ ഞാൻ ചോദിച്ച ചോദ്യത്തിന് പ്രോപ്പർ ഒരു മറുപടി നിങ്ങൾക്ക് പറയാനില്ല. എന്തുകൊണ്ട് വെറുത്തിരുന്ന ഒരു വ്യക്തിയെ പെട്ടെന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു? നിങ്ങൾക്ക് മറ്റേ സൈഡ് നിൽക്കുന്നതിന് ഉപരി ഇങ്ങോട്ട് നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ ചാനൽ ഗ്രോത്തിന് ബെറ്റർ എന്നുള്ളത് നിങ്ങൾക്ക് തോന്നിയത് കൊണ്ടാവാം, അല്ലാതിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വ്യക്തി തട്ടിപ്പൊന്നും നടത്തിയിട്ടില്ല എന്നുള്ള രീതിക്ക് എന്തെങ്കിലും തെളിവ് കിട്ടിയിട്ടുണ്ടാവും. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം നിങ്ങൾ വിശ്വസിക്കുന്നത്. ആ തെളിവ് എന്താണെന്നുള്ളത് പുറത്ത് പറയാൻ പറ്റാത്ത തെളിവാണോ? തീർച്ചയായിട്ടും പുറത്ത് പറയാൻ പറ്റുന്ന രീതിക്കുള്ള തെളിവാണെങ്കിൽ പറയണം അതാണ് എൻ്റെ ചോദ്യം തന്നെ. പിന്നെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ആ വ്യക്തിയെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്നു. ഞാൻ ഏതെങ്കിലും തനുജയുടെ ഏതെങ്കിലും വീഡിയോയുടെ താഴെ പോയിട്ട് ഞാൻ കമൻറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? എൻ്റെ ചാനലിൽ ഞാൻ റിയാക്ട് ചെയ്തിട്ട് ഏതെങ്കിലും വീഡിയോ ചെയ്ത് കണ്ടിട്ടുണ്ടോ? മുംതാസിൻ്റെ ലൈവിൽ സംസാരിക്കുന്ന കാര്യങ്ങളിൽ എൻ്റെ അഭിപ്രായങ്ങൾ ആരെയും ശരിയാണ്, ഞാൻ മുംതാസിൻ്റെ അനുഭാവിയാണ്, സോ മുംതാസ് പറയുന്നതെല്ലാം അങ്ങാണ് എന്നുള്ള രീതിക്കല്ല, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ് ഞാൻ പറഞ്ഞത്. ആ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയുന്നതിനുള്ള റീസൺ ഈ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആയി പോയിട്ടുണ്ട്. എനിക്ക് ഈ കാര്യങ്ങളിൽ പറയാനുള്ള കാര്യങ്ങൾ മുഴുവനാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതിനെ അടുത്ത മറുപടി അവിടെ നിന്ന് പ്രതീക്ഷിച്ച് അതിൻ്റെ മറുപടി ഇട്ട് ഇതിങ്ങനെ ഒരാഴ്ചത്തേക്ക് ഓടിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ്, അതുകൊണ്ടാണ് ഈ വീഡിയോ ഇത്ര ലെങ്ത് ആയിപ്പോയത്. പിന്നെ ഒരു കാര്യം കൂടി, ഈ വീഡിയോയുടെ താഴെ ഞാൻ ഇട്ട കമൻറ്റിന് വന്ന 1-2 മറുപടി. ഇപ്പോൾ അതായത് മിനി ചെയ്ത വീഡിയോയുടെ താഴെ ഞാൻ ഇട്ടിരുന്ന കമൻറ്റിന് വന്ന മറുപടിയാണ്. അതിനുള്ള 1-2 റിപ്ലൈ കൂടെ ഞാൻ കൊടുത്തോട്ടെ. അതിൽ മിനി തന്നെ പറഞ്ഞിരിക്കുന്നു, ഒരു കള്ളം 10 തവണ പറഞ്ഞാൽ സത്യമാവില്ല. ഇപ്പോഴും ആ കമൻറ്റ് അവിടെ തന്നെയുണ്ട്. ഇനി നിങ്ങൾ മനഃപൂർവ്വം ഡിലീറ്റ് ചെയ്താൽ പോകും. അവിടെ തന്നെ വേറെ ആളുകൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ആ കമൻറ്റ് അവർ കാണുന്നുണ്ട്. നിങ്ങൾ കള്ളം പറയുകയാണ് എന്ന് പിന്നെ ഉത്തരം മുട്ടുന്നത് എനിക്കല്ല, നിങ്ങൾക്കാണ്. അതുകൊണ്ടാണ് വീണ്ടും നുണ പറയുന്നത്. പിന്നെ ഏത് വീഡിയോയിലാണ് അവർ
പറഞ്ഞത് പാലും ബിയറും ഒരുമിച്ച് കൊടുക്കുന്നുണ്ട് എന്ന്. ഒന്ന് പറഞ്ഞേ. ഫിജോ പറഞ്ഞത് ഞാൻ കേട്ടത് ഇങ്ങനെയാണ്. മറ്റൊരു സ്ത്രീ അങ്ങനെ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. നിങ്ങൾ മാത്രം എങ്ങനെയാണ് തിരിച്ചു കേട്ടത്? ഈ ബിയറും പാലും ഒരുമിച്ച് കൊടുക്കുന്നു എന്ന് അവർ വീഡിയോയിൽ പറഞ്ഞു എന്നല്ല. അതിന് ഇതുകൊണ്ടാണ് നിങ്ങൾ അന്ധങ്ങളെന്ന് മറ്റുള്ളവർ പറയുന്നത് എന്താണെന്ന് കേട്ട് മനസ്സിലാക്കുക. ഒരു സ്ത്രീ ഒരു കുഞ്ഞിന് പാലും അതുപോലെ ബിയറും കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച്, അതായത് പാല് കൊടുത്തുകൊണ്ടിരിക്കെ തന്നെ ഒരു കുഞ്ഞിന് ബിയർ കൊടുക്കുന്നു, അതാണ് ഒരുമിച്ച് കൊടുക്കുക എന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ ഒരു ഗ്ലാസ് അങ്ങോട്ട് എടുത്തിട്ട് അതിലോട്ട് ബിയർ ഒഴിച്ചിട്ട് പാല് പിഴിഞ്ഞ്, അല്ലെങ്കിൽ ആ പാല് ഇച്ചിരി കൂടി സിപ്പ് എന്നിട്ട് അടുത്ത് ഇച്ചിരി ഒരു സിപ്പ് ബിയർ, ഇങ്ങനെയല്ല ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിവില്ലായ്മ കൊണ്ടാണ് മറ്റവർ നിങ്ങൾ അങ്ങനെ വിളിക്കുന്നത്. പാലും ബിയറും ഒരുമിച്ച് കൊടുക്കുക എന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പാലും കൊടുക്കുന്നു അതേപോലെ ബിയറും കുടിക്കാൻ കൊടുക്കുന്നു എന്നതാണ്. അത് രണ്ടും കൂടെ ഒരുമിച്ച് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ പാല് ഒരു ഇത്രയും സ്നേഹനിധിയായ ഒരു അമ്മ കുഞ്ഞിന് പാലും അതേപോലെ ബിയറും കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് രണ്ടും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുന്നു എന്നല്ല. അത് ആ കമൻറ്റ് കേൾക്കുമ്പോൾ അതെന്താണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവില്ലായ്മായിരിക്കാം. അത് കുഴപ്പം എനിക്കറിയില്ല. നിങ്ങൾ കഴിവട്ടവളെന്ന് വിളിച്ചു അങ്ങനെയൊന്നുമല്ല. അത് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാൻ പറ്റിയില്ല, അതാണ് ഞാൻ പറഞ്ഞത്. തനൂജയെ നല്ല രീതിയിൽ വിമർശിച്ചിട്ടുള്ള ആളാണ് മിനി ചേച്ചി. ഇത് വേറൊരു വ്യക്തിയുടെ കമൻറ്റാണ്. രേഷ്മ ജസ്റ്റിൻ ആളാണ് മിനി ചേച്ചി. തനൂജയെ നല്ല രീതിയിൽ വിമർശിച്ചിട്ടുള്ള ആളാണ് മിനി ചേച്ചി. അത് കഴിഞ്ഞിട്ടൊരു ഹാർട്ടിൻ്റെ സിമ്പൽ. എന്നുവെച്ചാൽ മിനി ചേച്ചിക്ക് മിനി ചേച്ചി വിമർശിച്ചത് ഇഷ്ടപ്പെട്ടുകൊണ്ടാണോ അതോ ഇനി മിനി ചേച്ചിക്ക് അങ്ങനെ പറയുമ്പോൾ വിഷമം തോന്നരുത് കൊണ്ടെന്നാണെന്ന് അറിയത്തില്ല. തനൂജയെ നല്ല രീതിയിൽ വിമർശിച്ചിട്ടുള്ള ആളാണ് മിനി ചേച്ചി എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഹാർട്ട് കമൻറ്റ് ഇട്ടുള്ളത്, ഇമോജി ഇട്ടിട്ടുണ്ട്. പുള്ളിക്കാരിയുടെ ഭാഗത്ത് കുറേയധികം തെറ്റുകളുണ്ട്, ഇല്ലെന്നൊരിക്കലും പറയില്ല എന്ന് പറഞ്ഞ് ഒരു സ്ത്രീയെയും കുഞ്ഞിനെയും വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. തനൂജയായി കൂട്ടുകൂടാൻ താല്പര്യമില്ല, മോശമാണെന്ന് തോന്നിയപ്പോൾ ഇവറ്റകൾക്കെല്ലാം അവരെ അവോയ്ഡ് ചെയ്ത് പോകാമായിരുന്നല്ലോ, അവരെ വെറുതെ വിടാമായിരുന്നല്ലോ, എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ഇപ്പോൾ ഓടി നടന്ന് കൂട്ടത്തോടെ ആക്രമിക്കുന്നു. ബിയർ കൊടുത്തു എന്ന് അവകാശപ്പെടുന്ന നിങ്ങൾ ഈ ഒരു നിമിഷം വരെ ഒരു അമ്മയും കുഞ്ഞിനെയും വെച്ച് ഇതുപോലെ ഒരു നീച വർത്താനം പറഞ്ഞപ്പോൾ നിങ്ങൾ പ്രതികരിച്ചോ? എനിക്കും തനൂജ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അവരെ ആർക്കും കയറിമേയം എന്ന നിലപാടിനോട് വിയോജിപ്പുണ്ട്. ബിയർ കൊടുത്തു എന്ന വിഷയത്തിൽ ഞാൻ വീഡിയോ ചെയ്തില്ല. എന്തുകൊണ്ടെന്നാൽ അവർ ബിയർ കൊടുത്തു എന്ന് എനിക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടു. അത് മറ്റുള്ളവർ പറഞ്ഞതിലൂടെയല്ല. ഞാൻ ഇപ്പോഴും എനിക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കുഞ്ഞിന് ഇപ്പം ഞാൻ ചിന്തിക്കുന്നത്, നിങ്ങൾക്കൊക്കെ കേട്ടപ്പോൾ അത് നോർമലായിട്ടാണ് തോന്നുന്നത്. 12 വയസ്സുള്ള ഒരു കുഞ്ഞിന് പാല് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് നോർമലായിട്ട് തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല. എനിക്കത് ഒരു അബ്നോർമാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അത് കേട്ടപ്പോൾ. മാക്സിമം ഒരു 2 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് നമ്മൾ മാക്സിമം കുഞ്ഞിനെ പാലുകൂടി നിർത്താൻ ശ്രമിക്കും. കുഞ്ഞിങ്ങോട്ട് നിർബന്ധം പിടിച്ചാലും ചിലപ്പോൾ കുറച്ച് നാളോടെ കൊടുത്തിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പല വഴികളും ചെയ്ത് പാലുകൂടി നിർത്തുക ചെയ്യുന്നത്. 12 വയസ്സുള്ള ഒരു കുഞ്ഞിന് പാല് കൊടുക്കുന്നു എന്ന് കേട്ടപ്പോൾ നിങ്ങൾക്ക് അബ്നോർമാലിറ്റി ഫീൽ ചെയ്യുന്നില്ല. അത് ഞാൻ കേട്ടത് അവരുടെ വീഡിയോയിലാണ്, ആ റഫീജോടെ വീഡിയോയിൽ. തനൂജയുടെ വോയിസാല ഞാൻ കേട്ടു. അവളൊന്ന് സിപ്പല്ലേ ചെയ്തോളൂ, അതായത് ആ സിപ്പ് ചെയ്തത് പ്രശ്നമല്ല, ആ രീതിക്കാണ്. സിപ്പല്ലേ ചെയ്തോളൂ, അവൾ മുഴുവൻ കുടിച്ചില്ലല്ലോ അനു എന്ന് തനൂജ പറയുന്നത് ഞാൻ എൻ്റെ ചെവിയാലെ കേട്ടു. മീൻസ് എന്ന് പറഞ്ഞാൽ അവിടെ പോയി നിന്ന് കേട്ടു എന്നല്ല, ആ വീഡിയോയിൽ. വോയിസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റി തന്നെയാണ്. തനൂജ അല്ല എന്ന് നിങ്ങൾക്ക് അതെടുത്ത് കേട്ടിട്ട് പറയാൻ പറ്റുമോ? അത് ഞാൻ കേട്ടത് കൊണ്ടാണ് അതിനെതിരെ പ്രതികരിച്ച് ഞാൻ വീഡിയോ ചെയ്യാത്ത. എന്തിന്? അവർ കൊടുത്തു എന്ന് അവർ തന്നെ സമ്മതിക്കുന്നത് ഞാൻ വന്നിട്ട് അതിനെതിരെ പ്രതികരിച്ച ഒരു അമ്മയും കുഞ്ഞിനെ എങ്ങനെ പറയാമെന്ന്? കുഞ്ഞിനെ ഇപ്പോഴും ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? ആ കുഞ്ഞ് ചിലപ്പം അതിന് പേടിയുണ്ടാവാം, എന്തെങ്കിലും കൊണ്ട് ഏതോ ഒരു നിമിഷത്തിൽ വളരെ സേഫ് ആൻഡ് സെക്യൂർ ആണെന്ന് തോന്നിയ ഒരു വ്യക്തിയോട് തുറന്ന് പറഞ്ഞതാവാം. നമുക്ക് അതിൻ്റെ പിറകിൽ സത്യം ഇപ്പോഴും പൂർണ്ണമായിട്ടും അറിയത്തില്ല. അങ്ങനെ പറഞ്ഞു, അതൊരു വ്യക്തി കേട്ട സ്ഥിതിക്ക് അവരത് ഒഴിവാക്കി പോകണമായിരുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ ഓക്കെ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വാട്ട് ഇഫ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരത് ഒഴിവാക്കി പോകണമായിരുന്നു, അതായിരുന്നോ ചെയ്യേണ്ടിയിരുന്നത്? നിങ്ങൾ അതല്ലേ പറയുന്നത്? അവർ ചൈൽഡ് ലൈനിൽ വിളിച്ച് പറയുന്നു. ഇപ്പോൾ ഇപ്പോഴും അവർ ധൈര്യപൂർവ്വം പറയുന്നത് കേസ് മുമ്പോട്ട് പോട്ടെ. കഴിഞ്ഞ ദിവസം വോയിസ് ഓഫ് ട്രൂത്തിൽ വിളിച്ചിട്ട് അവർ പറയുന്നുണ്ട് പൂർണ്ണമായിട്ട് മുമ്പോട്ട് പോട്ടെ, ആ കുഞ്ഞ് പറഞ്ഞ വോയിസ് അത് ഈ ഒരു കുഞ്ഞ് പറഞ്ഞതാണ്. അത് വന്നിട്ട് പബ്ലിക്കിൽ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് പോക്സോ കേസ് അവർക്കെതിരെ വരും. അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ട് പബ്ലിക്കിൽ ഇടുന്നില്ല എന്ന് പറയുന്നത്? അങ്ങനെ പബ്ലിക്കിൽ ഇടാൻ പാടില്ല അങ്ങനെ ഒരു കുഞ്ഞിൻ്റെ വോയിസ്. അപ്പോൾ അവരിപ്പോഴും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഞാൻ മുമ്പോട്ട് കേസിൽ പോയി കഴിഞ്ഞാലും ആ കുഞ്ഞിൻ്റെ വോയിസ് എൻ്റെ കയ്യിൽ തെളിവുണ്ട്. ഓക്കെ, അതവർ ചെയ്ത്. കാരണം ഇപ്പം അവർ ഒരു സ്വകാര്യ നിമിഷത്തിൽ സംസാരിച്ചത് റെക്കോർഡ് ചെയ്തെടുക്കാൻ നാണമില്ലേ? ഇപ്പോൾ അവർ റെക്കോർഡ് ചെയ്തെടുക്കാതെയാണ് ഇവർക്ക് അത് പ്രതികരിക്കണമെന്ന് തോന്നി അവർ പ്രതികരിക്കാൻ വേണ്ടി ചൈൽഡ് ലൈനിൽ പോയി. അവരും ചോദിക്കും എന്താ തെളിവ്? ഈ വോയിസ് റെക്കോർഡ് കേൾപ്പിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ വന്ന് വെറുതെ അലിഗേഷൻ പറയണമെന്നല്ലേ പറയത്തുള്ളൂ. ആ തെളിവ് അവിടെ ആവശ്യമല്ലേ?
ആ കുഞ്ഞിൻ്റെ വായാലെ പറയുന്നത്. കുഞ്ഞിൻ്റെ വായാലെ പറയുന്ന തെളിവ് നിങ്ങൾ കേട്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ അവർ ഉറപ്പിച്ച് പറയുന്നു അവരുടെ കയ്യിൽ തെളിവുണ്ടെന്നാണ്. സ്വാഭാവികമായിട്ടും അപ്പം നമുക്കത് ഓക്കെ, അതിലെന്തോ കാര്യമുണ്ടെന്ന് തോന്നില്ലേ? ഒരുമിച്ച് കൊടുത്തോ എന്ന് ഏതെങ്കിലും വീഡിയോയിൽ പറയുന്നുണ്ടോന്ന്? ഒരു അമ്മ, ഇത്രയും സ്നേഹിക്കുന്ന ഒരു അമ്മ കുഞ്ഞിന് പാലും ബിയറും കൂടെ ഒരുമിച്ച് കൊടുക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചേർത്ത് ഒരുമിച്ച് വായി വെച്ച് കൊടുക്കണമെന്നല്ല. അത് പറയുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് എൻ്റെ കുറ്റമല്ല. അടുത്തൊരു കമൻറ്റാണ്, എന്തിനാ ഇൻസൈഡ് ഓഫ് മീ ഈ കള്ളം പറയുന്നത്? ബിയറും പാലും കൊടുക്കുന്നു എന്നവരാരും പറഞ്ഞിട്ടില്ല. നിനക്കൊക്കെ നാണമില്ലേ? ഇല്ല കഥ പറയാൻ വളച്ചൊടിച്ച് സ്റ്റോറി ഉണ്ടാക്കാൻ മെഴുകുന്നു. താങ്കൾ അനുവിൻ്റെ, എനിക്കിപ്പോൾ പോയി അവരുടെ ചാനലിൽ പോയി ഇനി ഞാൻ അനുവിൻ്റെ ചാനൽ വളർത്താൻ വേണ്ടി സംസാരിക്കുന്നു എന്ന് പറയരുത്. നിങ്ങളെല്ലാവരും തനുജയുടെ വീഡിയോ കണ്ടവരായിരിക്കും. പക്ഷെ നിങ്ങൾ അത് ആരും സമ്മതിച്ച് തരില്ല. എന്നിരുന്നാൽ പോലും ആ തെളിവ് അനുവിൻ്റെ വീഡിയോയിൽ കിടപ്പുണ്ട്. ഞാൻ മുഴുവൻ ഒരു ഗ്ലാസ് ഫുള്ള് കുടിച്ചോ, അവൾ സിപ്പല്ലേ ചെയ്തിട്ടുള്ളൂ എന്ന് തനുജ പറയുന്ന വോയിസ്. നിങ്ങളെല്ലാവരും തനുജയെ ഫോളോ ചെയ്യുന്നവരാണല്ലോ. തനുജയുടെ വീഡിയോ തന്നെ കാണണമെന്നില്ല. തനുജയുടെ സൗണ്ട് കേട്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവില്ലേ? പോയി കണ്ടു നോക്കുക. ആ വീഡിയോയിൽ വ്യക്തമായിട്ട് അവരുടെ വോയിസാലേ അവർ പറയുന്നത് കിടപ്പുണ്ട്. അപ്പോൾ അതെങ്ങനെ കള്ളാവും? പിന്നെ ഇത് ഒരുമിച്ച് കൊടുക്കുന്നു എന്ന് പറഞ്ഞു എന്ന് അവരാരും വീഡിയോയിൽ ഒരുമിച്ച് കൊടുക്കുന്നു എന്ന് പറഞ്ഞു എന്നല്ല ഞാൻ കേട്ടത്. ഒന്ന് കേട്ടത് ഇന്ന ലേഡിയുടെയും ഒന്ന് കേട്ടത് തനുജയുടെ എന്നുള്ളത് ഞാൻ പിരിച്ചവിടെ പറയുന്നുണ്ട് ഇല്ലേ? അപ്പോൾ അത് മനസ്സിലാക്കില്ല. ഈ ഉറങ്ങുന്നവരെ നമുക്ക് വിളിച്ചുണർത്താം, ഉറക്കം നടിക്കുന്നവരെ നമുക്ക് വിളിച്ചുണർത്താൻ പറ്റില്ല. മനസ്സിലാക്കില്ല എന്നുള്ളത് നിർബന്ധം പിടിക്കുന്നവർക്ക് ഇപ്പം നിങ്ങൾക്ക് എങ്ങനെയായിരുന്നാലും അവരെന്ത് കാണിച്ചാലും അവരെ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്തോളൂ, കുഴപ്പമില്ല. പക്ഷെ കുറച്ച് പേർക്ക് അത് കേൾക്കുമ്പോൾ ഇതിൽ ഭയങ്കര ഒരു അബ്നോർമാലിറ്റി ഫീൽ ചെയ്ത് അല്ലെങ്കിൽ ഇതിങ്ങനെ അല്ല, ഇത് റൈറ്റ് അല്ല എന്ന് തോന്നി അവർ പ്രതികരിക്കുമ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്തോ. നിങ്ങൾ പ്രതികരിക്കില്ല. പ്രതികരിക്കുന്നവരെ തടഞ്ഞു വയ്ക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. ഇനിയിപ്പം ഉറപ്പായിട്ടും എനിക്ക് കുറേ സൈബർ ബുള്ളിങ് ഉണ്ടാവും. ഞാൻ എൻ്റെ വീഡിയോയുടെ പല വീഡിയോയുടെ താഴെയും ഞാൻ ഒരുപാട് ബാഡ് കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. എനിക്കതിന് ബാക്കിയുള്ളവർ പറഞ്ഞ പോലെയല്ല, എൻ്റെ നിലപാട് പറയുന്നതിന് എനിക്കാരും പേടിക്കേണ്ട കാര്യമില്ല. നിലപാട് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അറിയാമോ അറിഞ്ഞൂടെ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോഴും എൻ്റെ ചോദ്യം അവസാനമായിട്ട് ഒന്നുകൂടെ ഞാൻ ചോദിക്കുകയാണ്. താല്പര്യമുണ്ടെങ്കിൽ മറുപടി പറയാം. ഒരിക്കൽ നിങ്ങളുടെ വീഡിയോയിലൂടെ ഞാൻ അറിഞ്ഞൊരു വ്യക്തി പറ്റിപ്പുകാരിയാണ്, തട്ടിപ്പ് നടത്തുന്നുണ്ടോ എന്ന് നിങ്ങളുടെ വീഡിയോയിലൂടെ നിങ്ങൾ പറഞ്ഞൊരു വ്യക്തി കുറച്ച് നാളുകൾക്ക് ശേഷം നിങ്ങൾ വന്ന് പറയുന്നു അങ്ങനെയല്ല, അവർ പ്രൗഡ് മദറാണ്, അവർ സൂപ്പറാണ്, അങ്ങനെയാണെന്ന് നിങ്ങൾ പറയുന്നു. അവരെ ബർത്ത്ഡേക്കൊക്കെ ഫോട്ടോ ഇട്ട് ഹാർട്ട് കമൻറ്റൊക്കെ ഇട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഡിയർ എന്നൊക്കെ വിളിച്ച് സംബോധന ചെയ്യുന്നു. സോ നിങ്ങൾക്ക് ഒരിക്കൽ പറ്റിപ്പുകാരി എന്ന് തോന്നിയിരുന്ന ഒരു വ്യക്തി ഇങ്ങനെ ഇപ്പോൾ പ്രൗഡ് മദറായി. ചെറുതായാലും വലുതായാലും നാട്ടുകാരെ പറ്റിക്കുന്ന ആ ഒരു എമൗണ്ട് ഇപ്പോൾ ഒരാളുടെ ഇന്ന് ക്യാഷ് മേടിച്ച് തുണി കൊടുക്കാമെന്ന് പറഞ്ഞ് എന്തെങ്കിലും പല കാരണം കൊണ്ടും കൊടുക്കാൻ പറ്റിയില്ല. ക്യാഷ് അപ്പോഴേ റിട്ടേൺ ഇട്ടോ എനിക്ക് പറ്റിയില്ല, തീർന്നു. പക്ഷെ ആ ക്യാഷ് തിരിച്ചു കൊടുക്കാതെ വരുമ്പോഴല്ലേ അവിടെ പറ്റിപ്പാവുന്നത്. അത് ചെറുതാവട്ടെ വലുതാവട്ടെ എമൗണ്ട്. നിങ്ങൾക്കതെങ്ങനെ പ്രൗഡ് മദറായി? നിങ്ങളുടെ വീഡിയോയിലൂടെ അവരെ ഞാൻ തെറ്റിദ്ധരിച്ചതാണ്. അത് ചിലപ്പോൾ ആ തെറ്റിദ്ധാരണ മാറ്റം നിങ്ങൾക്ക് സാധിച്ചാലോ? പറ്റുമെങ്കിൽ നിങ്ങൾ മറുപടി പറയും. സൗകര്യമില്ലെന്നാണെങ്കിൽ പറയണ്ട, നിങ്ങളുടെ ഇഷ്ടം.